പ്രൈസ് ദി ലോർഡ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ പുണ്യതിരുനാമം ഈ ആരാധനയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का महिमावान नाम इस आराधना में बैठने दीजिए. ദൈവത്തിൻ്റെ വചനവും ദൈവസാക്ഷ്യമായിട്ട് ഒരിക്കൽ കൂടെ ഈ ഹോളിൽ ഞങ്ങൾക്ക് കുടുംബമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ് കർത്താവിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. परमेश्वर का नाम का कारण से उनका गवाही बनकर इस आराधना सभा में और एक बार खड़ा होने के लिए मदद किए, इसके लिए धन्यवाद. ഈ ആരാധനയിൽ ഞങ്ങളെ ക്ഷണിച്ച ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ഫിന്നി പാസ്റ്റർ, കർത്താവിൻ്റെ ദാസി, കുഞ്ഞുങ്ങൾ, വിശേഷാൽ ആരാധന ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എല്ലാ വാത്സല്യ ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്സലമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. इस आराधना सभा में हमें आमंत्रण किया परमेश्वर का दास, दासी और कलीसिया और सभी परमेश्वर के बच्चों को यीशु मसीह के पवित्र नाम में मैं और एक बार शुक्रिया अदा करना चाहता हूं. ആത്മീക അന്തരീക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ആരാധനാ സമയത്ത് വലിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം ഈ പകൽ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, ആലയത്തിന് പുറത്തിരുന്ന അതേ സുന്ദരമെന്ന ദേവാലയത്തിന് പുറത്തിരുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ വചനത്താൽ, യേശുവിൻ്റെ നാമത്താൽ വിടുവിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. आत्मिक सामर्थ्य से भरा हुआ इस प्रत्येक एक वातावरण में मैं जानता हूँ, जैसे परमेश्वर का वचन में लिखा, सुंदर करके जो फाटक में बैठा हुआ उस लंगड़ा आदमी को चंगाई दिया, उसी यीशु का सामर्थ्य आज भी अपना भीष्म में चंगाई के लिए प्रकट होने वाला है. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ ഓർപ്പിച്ച് തുടർന്ന് കർത്താവിൻ്റെ ദാസി അതേ 11:15 സമയം വരെ ദൈവവചനം ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. समय का कमी से शिखर से कुछ बातों में बता के बैठेगा. आगे परमेश्वर का दासी भी परमेश्वर का वचन से पेश करने वाला. ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുന്നു. परमेश्वर का वचन से एक भाग में पढ़ना चाहता हूं. കർത്താവിൻ്റെ ദാസൻ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോൾ സങ്കീർത്തനത്തെക്കുറിച്ച് ഒരുപാട് ആശയങ്ങൾ, ഒത്തിരി വാസ്തവത്തിൽ എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒരു വേദഭാഗം വായിച്ച് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. परमेश्वर का दास जैसे भजन संगीता से बात कर रहा था, तभी भजन संगीता का बारे में काफी विशेष बातों बताई, इसलिए भजन संगीता से ही एक बात में बोल के സങ്കീർത്തന പുസ്തകം 71 അധ്യായത്തിന്റെ 7ാമത്തെ വേദഭാഗം വായിക്കാം. भजन संगीता 71 का पहले आयत पढ़ लीजिए. साम 71 का पहले आयत, 7वां आयत, 7वां आयत. मैं बहुतों के लिए चमत्कार बना हूं, परंतु तू मेरा हालेलुया दृढ़ स्थान है. മതി. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കുക. സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. परमेश्वर का दास दाऊद ने जब इस भजन संगीता लिखा, उन्होंने कहा मैं बहुतों के लिए एक चमत्कार बना हूं. ഈ ആരാധനയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നാം പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. इस आराधना सभा में हम उम्मीद रखेगा हम काफी लोगों के लिए एक चमत्कार बनाने वाला है. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുവാനിടയായി തീർന്നു. परमेश्वर का वचन का सामर्थ्य के बारे में जब परमेश्वर के दास ने कहा, मेरा आंखों आंसू से भरा. 1-2 ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് ഞാൻ വാക്യത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിരിക്കാം. 1-2 दिन पहले जो मेरे जीवन में हुआ कुछ अनुभव बता के मैं उस आयत में वापस लौटाएगा. മനസ്സ് വളരെ തകർക്കപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടി ഞാൻ ഇരിക്കുമ്പോൾ, दिल बहुत टूट गया एक अवस्था से हम गुजर रहे था. എൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രസന്റേഷനായിട്ട് ജോസഫ് എന്ന് പറഞ്ഞ ഒരു അച്ചായൻ ഒരു പ്രസന്റേഷൻ കൊണ്ടുവന്നു. मेरा बेटा का शादी का समय में एक भाई ने कोई गिफ्ट लाके दिया था. അതൊരു ക്ലോക്ക് ആയിരുന്നു. वो एक घड़ी, एक क्लॉक था. ആ ക്ലോക്കിന് പ്രത്യേകത ഉണ്ട്. നല്ല ക്രിസ്തീയ പാട്ട് പാടും, വാക്യം പറയും, സമയം പറയും, അത് സ്റ്റോപ്പ് ആവും. उस घड़ी में एक विशेषता है, उसमें से क्रिश्चियन गाना वो आएगा, परमेश्वर का वचन बताएगा और उसके बाद में बंद हो जाएगा. ഞാൻ പറഞ്ഞല്ലോ, ചില മാനസികമായ ചില വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവർക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ കോള് വന്നു വളരെ നിരാശപ്പെട്ടു.
मैंने बहुत एक प्रत्येक विषय में दुखी था और बहुत निराशा के साथ में बैठा അങ്ങനെ था। ദുഃഖിച്ചിരിക്കുമ്പോൾ രാത്രി അല്ലെങ്കിൽ 10 മണി വരെയാണ് ആ ക്ലോക്കിന്റെ ടൈം. അങ്ങനെ വാക്യങ്ങൾ പിന്നീട് പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ 5 മണിക്കാണ് പറയുന്നത്. उस क्लॉक ऐसे सेटिंग किया है, रात को 10 बजे तक वजन बताएगा और सुबह 5 बजे वापस चालू होने वाला ഇങ്ങനെ है। ആ കോള് വന്ന് നിരാശപ്പെട്ടിരുന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ക്ലോക്കിനകത്ത് ടൈം പറഞ്ഞ ഒരു പാട്ട് പാടി. അതിനുശേഷമായിട്ട് ഒരു വാക്യം പറഞ്ഞു, ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? हालेलुया। जैसे कि है ना, मैं दुखी होकर बैठे था, कुछ मिनट बाद में उस क्लॉक घंटी बजा और एक गाना गाया। उसके बाद में एक आयत बताया, क्या परमेश्वर ने कुछ बात तुम बताएगा तो वो क्या पुराना होगा? ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? क्या परमेश्वर ने कुछ बात तुम बताया वो क्या पुराना होगा? ഈ വാക്യം കേട്ട് ഞാൻ ബലപ്പെട്ടെങ്കിലും നിരാശയുണ്ട്. മറുപടി കിട്ടിയില്ലല്ലോ. ഞാൻ പോയി കിടന്നുറങ്ങി. इस वचन सुनने के बाद में मैं निराशित होके हालेलुया दौड़ा। तस्लीम मिला लेकिन फिर भी दिल के अंदर दुख है। मैं सोने के लिए गया। പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് റീജ പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ആണ്. अगले दिन जब सुबह ब्रेकफास्ट खाने का समय में मेरा पत्नी कहा मैं फास्टिंग में है। ഓക്കെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസരങ്ങൾ നൽകി പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കഴിഞ്ഞ രാത്രിയിൽ ഏത് ടൈമിലാണ് ഞാൻ ഫോൺ കോൾ ചെയ്ത് മറുപടി കിട്ടാതിരുന്ന് അതേ ടൈമിൽ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അതേ മറുപടി ലഭിക്കാനിടയായി. लेकिन जिस विषय के बारे में मैं दुखी होके नकारात्मक जो एक उत्तर मिला, उसी समय अगले दिन मुझे वापस एक फोन कॉल मिला और उस बात में मुझे एक उत्तर मिला। പിറ്റേ ദിവസം അതേ സമയത്ത് ഈ മറുപടി ലഭിച്ച് ചില സമയം കഴിഞ്ഞപ്പോൾ ക്ലോക്കിൽ ഒരു ശബ്ദം കേട്ടു, ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? जैसे कि ना उस फोन कॉल वापस आए, उसके बाद में थोड़ा समय बाद में उस जो क्लॉक से एक आवाज आया, क्या परमेश्वर ने कुछ बात बताएगा तो वो क्या पुराना കർത്താവ് होगा? വെറുതെയല്ല ഇന്ന് ഈ പകൽ നിന്നെ ഈ ആരാധന സ്ഥലത്ത് കൊണ്ടുവന്നത്. परमेश्वर ने हालेलुया ऐसे ही आपका आराधना का നിന്നെ जगह में കുറിച്ച് लेकर आया नहीं। ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. आपके बारे में परमेश्वर का बहुत ദൈവം बड़ा ചില അരുളി पद्धति है। ചെയ്യുവാനായി परमेश्वर कुछ बात तो आपसे कहना चाहता ദൈവത്തിന്റെ हूँ। വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ परमेश्वर का वचन का सामर्थ्य आज सुबह ശരീരത്തിൽ അത് വെളിപ്പെടുവാനായി आपका शरीर में प्रकट होने നിന്നെ के ഒരു लिए, അത്ഭുതമാക്കി മാറ്റാൻ, आपको एक चमत्कार बनाने നിന്നെ के ഒരു लिए, അത്ഭുതമാക്കി മാറ്റാൻ आपको एक चमत्कार बनाने के എത്ര लिए। പേർ ഈ പകൽ അത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग इस बात को आज सुबह വിശ്വസിക്കുന്ന विश्वास നിനക്ക് വേണ്ടി करेगा? വ്യാപരിക്കുന്ന ദൈവശക്തി विश्वास करने वाला लोगों के लिए काम करने वाला परमेश्वर का सामर्थ्य, परमेश्वर का वचन का सामर्थ्य आप पर आने के लिए जा रहे हो। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में। ദൈവത്തിന്റെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഈ പകൽ നിന്റെ മേൽ കർത്താവ് വയ്ക്കാൻ പോകുകയാണ്. आज मैं आपको എത്ര कहना പേർ ഈ चाहता പകൽ हूं അത് आपके ऊपर വിശ്വസിക്കുന്നുണ്ട്? प्रभु का सामर्थ्य प्रकट होने वाला है। ദൈവവചനത്തിന്റെ ശക്തി, परमेश्वर का वचन का सामर्थ्य, ദൈവവചനത്തിന്റെ അഭിഷേകം परमेश्वर का वचन का ഈ പകൽ सामर्थ्य നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ इस सुबह आपके നിന്നെ ऊपर प्रकट होने മറ്റൊന്നാക്കി वाला है। മാറ്റാൻ, ഓ ദൈവവചനത്തിനെ മറ്റൊന്നാക്കി മാറ്റാൻ യേശുവിന്റെ നാമത്തില് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ വിഷയത്തിന് മറുപടി തരാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവികമായ ശക്തി, हालेलुया आपके लिए काम करने वाला परमेश्वर का सामर्थ्य। ആത്മാവിൽ വിളിച്ചു പറയുന്നു, पवित्र आत्मा यो कहते, ഈ ഹോളിൽ ഇരിക്കുന്ന ഞാനൊരു അത്ഭുതമായി മാറി. हालेलुया इस ഇവിടെ നിൽക്കുന്ന ഞാനൊരു അത്ഭുതമാണ്. मैं इधर खड़ा है, मैं खुद एक चमत्कार ഞാൻ हूं। എന്തിനാണ് ഹോളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്? मैं क्यों इस हॉल से आगे पीछे चला? 8 വയസ്സ് വരെ നടക്കാതെ 2 കാലുകൾ തളർന്ന് പോളി എന്ന രോഗം ബാധിച്ച് കിടന്ന മനുഷ്യനാ. 8 साल उम्र तक पोलियो बीमारी के कारण से काट से उठ नहीं सकते था, वैसे पड़ा हुआ एक व्यक्ति है मैं। എന്നാൽ നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. लेकिन എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? एक ദൈവം चमत्कार നിന്നെ बनाने वाला അത്ഭുതമാക്കി है। മാറ്റും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റും. ഈ പകൽ ഒരു മിറക്കൽ ദൈവം ചെയ്യാ. ചാടി എഴുന്നേറ്റ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഈ പകൽ നിന്റെ മേലെ വെളിപ്പെടുവാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽ ഒരു അഭിഷേകം നമ്മുടെ മേലെ ഇറങ്ങുമ്പോൾ ദൈവികമായ ശക്തി ഈ പകൽ വെളിപ്പെടുവാനിടയായി തീരും. विश्वास करेगा तो परमेश्वर आपको एक अद्भुत बनाने वाला है। आत्मा आपके लिए काम करने वाला है। ജീസസ്. हालेलुया ദാവീദ് പറഞ്ഞു,
ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറും. वचन में इसे लिखा है मैं काफी लोगों के लिए एक चमत्कार बन गया. എങ്ങനെയാണ് അത്ഭുതമായി മാറുന്നത്? हम कैसे एक चमत्कार बना सकते हैं? ദാവീദിന്റെ ജീവിതത്തിൽ യാതൊരു സാധ്യതകളുമില്ല. इस दाऊद जो भजन संगीता लिखा उसका जीवन में ऐसे कोई भी एक साध्यता नहीं था. തനിക്ക് സകലതും നെഗറ്റീവാണ്. उनके जीवन में जो भी हो रहे सब कुछ नकारात्मक बातों था. ദാവീദ് പറയുന്നു എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചതാണ്. दाऊद ने कहा मेरा माता पिता मुझे छोड़ा है त्यागा है. എന്റെ സഹോദരങ്ങൾ എന്നെ തള്ളി പറഞ്ഞു. मेरा भाइयों मुझे त्याग दिया. ദാവീദ് മാത്രം കാട്ടിൽ കിടക്കുമ്പോൾ തനിക്കൊരു അഭിഷേകം ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറും. दाऊद ने जब जंगल में था तभी एक अभिषेक पाके उन्होंने कहा मैं काफी लोगों के लिए एक चमत्कार बन जाने वाला है. നമുക്കറിയാം സങ്കീർത്തനം എഴുതി നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു അതെ എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. भजन संगीता में दाऊद ने कहा मेरा कटोरा उमंड रहे. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. सिर को उन्होंने अभिषेक का तेल से मला रहे. ഇന്ന് പകൽ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ आज अगर एक अभिषेक आपके ऊपर है तो നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ अगर आपके ऊपर एक अभिषेक നീ है ഒരു तो അത്ഭുതമായി മാറാൻ പോകുക. चमत्कार നീ बनने ഒരു वाला है. അത്ഭുതമായി മാറാൻ പോകുക. चमत्कार बनने ദൈവത്തിന്റെ वाला है. പലർക്ക് ഒരു അത്ഭുതമാക്കി മാറ്റി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ പകൽ അവൻ നിന്റെ മേൽ ചെയ്യാൻ പോകുക. काफी लोगों के लिए तुम एक चमत्कार बनने वाला है. ഓ രവലവലവ ഖബരവലവലവ യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിന്നെ പലർക്ക് ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയൂ. आपको काफी लोगों के लिए एक चमत्कार बनाने के लिए परमेश्वर पर्याप्त है. ഈ പകല് ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിന് മേല് ഇനി യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ ചില വിഷയത്തിന് മേല് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകുക. അഭിഷേകം ഈ പകൽ നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ സകലത്തെ പൊളിച്ചുകൊണ്ട് ദൈവികമായ ശക്തി നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ നിന്റെ ശുശ്രൂഷയിൽ നിന്റെ സഭയിൽ വെളിപ്പെടുമ്പോൾ അത്ഭുതമായ ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ ദൈവത്തിന് കഴിയൂ. जो बातों असंभव है वैसे बातों जब परमेश्वर का आत्मा का शक्ति सामर्थ्य आपके ऊपर उतर आएगा तभी आपका जीवन में संभव होने वाला है. സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും ഇവിടെ ഒരു സഹോദരനെ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നു. एक भाई को इधर लेके आया है. അതുപോലെ ഒരു അമ്മയുടെ തോളിൽ ഇതുപോലെ വന്നൊരു മനുഷ്യനാണ് ഞാൻ. एक माँ का हालेलुया हाथ में ऐसे एक परिस्थिति में एक सभा में मुझको भी एक बार लेके आया था. അനേക മെഡിക്കൽ സയൻസുകൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാര് അത് നാട്ടുവൈദ്യന്മാരൊക്കെ കൈവിട്ട മനുഷ്യനാണ് ഞാൻ. मेरा जीवन का गवाही बोलेगा तो अनेक मेडिकल कॉलेज का डॉक्टर लोग और ऐसे हालेलुया जो वैद्यों होते जो आयुर्वेदिक उन सब लोग कहा मैं उठ के चलने वाला नहीं. ഒരിക്കലും നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി എന്റെ മാതാവ് നിരാശയോടെ എന്നെ കൊണ്ടുവന്ന് വീടിനകത്ത് കിടത്തുമ്പോൾ ദൈവത്തോട് നിലവിളിച്ചിങ്ങനെ ദൈവമേ ഞങ്ങൾക്ക് നീ 4 മക്കളെ തന്നാൽ 3 മക്കൾക്ക് ആരോഗ്യമുണ്ടെന്നാൽ മൂന്നാമത്തെ എൻ്റെ മകന് അത് കാലുകൾ തളർന്നിനി ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷകളുമില്ല. देखो मेरा माँ ने ऐसे काफी डॉक्टरों के पास मुझे लेके जाने के बाद में बहुत निराशित होके घर में वापस लौट आया. हालेलुया बहुत दुख के साथ इसे रो के प्रार्थना किया प्रभु तूने मुझे 4 बच्चों दिया है लेकिन उनमें से एक बच्चा दोनों पैर में ताकत नहीं है वैसे अबंग होके पड़ा है. ये बोल के बहुत दुखी होके मेरा माँ ने मेरे बारे में रो के प्रार्थना की. എൻ്റെ മാതാവ് കർത്താവിന്റെ ദാസൻ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോൾ പറഞ്ഞു വിലാപങ്ങൾ മാത്രമല്ല സങ്കീർത്തനത്തിലുള്ളത് അത് ജയത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വചനങ്ങൾ ദൈവവചനത്തിലുണ്ട്. परमेश्वर के दास ने भजन संगीता से जब बात किया तभी कहा सिर्फ विलाप का बातों भजन में नहीं है जीत का आनंद का जय जयकार का बातों भी इस वचन के अंदर है. എൻ്റെ മാതാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവമേ
അത് 3 അല്ലെ 2 പെൺമക്കൾ 3 അത് എനിക്ക് ജനിച്ചിട്ട് മൂന്നാമതൊരു ആൺകുട്ടി ജനിച്ചതാണ്. എനിക്ക് ഇളയതൊരു അല്ലെങ്കിൽ സഹോദരനുണ്ട്. എന്നാൽ അവർക്ക് 3 പേർക്കും ആരോഗ്യത്തോടെ നടക്കുമ്പോൾ എൻ്റെ മൂന്നാമത്തെ മകനത് ചില വർഷങ്ങളായിട്ട് തളർന്ന കാലുകളുമായി കിടക്കുന്ന ഈ മനുഷ്യനെ വളർത്താനുള്ള ശക്തി ഞങ്ങൾക്കില്ല. നീ തരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ താതയുമേ, ഇല്ലെങ്കിൽ നീ തിരിച്ച് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങുവാനിടയായി തീർന്നു. മാനെ बहुत दुखी होके ऐसे प्रार्थना किया. पहले का दोनों बेटियों में था, उसके बाद में तीसरा में एक बेटा मिला, वो भी ऐसे एक परिस्थिति में मैंने माँ ने ऐसे प्रार्थना किया, प्रभु अगर तुम एक बच्चा को मुझे दिया तो इतना साल से ऐसे ही काट में पड़ा है, अगर मुझे एक लड़का दिया तो आप अच्छा करके दे दो, ना तो आप वापस बुलाओ इसको. परमेश्वर ने कुछ बात तो कहा तो क्या पूरा ना होने वाला है? ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ പൊളിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയുകയില്ല. परमेश्वर आपके बारे में रखा हुआ योजनाओं को तोड़ने के लिए इस दुनिया में कोई भी शक्ति हालेलुया पर्याप्त नहीं है. ഈ ആരാധനകളിൽ എന്നെ ദൈവത്തിന് കൊണ്ട് നിർത്തണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങുവാനിടയായി തീർന്നു. इस प्रार्थना सभा में आज मैं खड़ा होने का पद्धति प्रभु ने पहले ही बनाया था, इसलिए प्रभु का सामर्थ्य उस दिन मेरा ऊपर उतर आया. എന്റെ കാലുകൾക്ക് ദൈവപൂർണ്ണ സൗഖ്യം നൽകി. मेरा पैरों में प्रभु ने चंगाई दिया. എന്റെ അസ്ഥിയോട് വന്നു ചേർന്നു. मेरा हड्डी में वापस मिल गया. അതിനകത്ത് ഞരമ്പ് പിടിപ്പിച്ചു. उसके ऊपर हल नस आ गया. അതിനകത്ത് മാംസം പിടിപ്പിച്ചു. उसके ऊपर हालेलुया मांस आ गया. അത് തൊക്കുകൊണ്ട് പൊതിഞ്ഞു. उसको प्रभु ने हल चमड़ा से भरा. താഴ്വരയിൽ സൈന്യമായി എഴുന്നേറ്റതുപോലെ ദൈവം എന്നെ ചാടി എഴുന്നേൽപ്പിച്ചു. आज जैसे एक सेना उठ रहे वैसे प्रभु मुझे उछल के खड़ा होने का शक्ति मेरा पैरों में दिया. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് പുറത്തിരുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് ദേവാലയത്തിന് ചെന്ന് അകത്ത് ചെന്ന് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവം എന്നെ ആരാധിക്കുവാനായി ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. खूबसूरत ना तो सुंदर करके जो फाटक में बैठा हुआ उस हल लंगड़ा को कैसे प्रभु ने चंगाई दिया और वो उछल के खुद के परमेश्वर के भवन में जाके आराधना किया, वैसे ही मुझको भी प्रभु ने पर्याप्त बनाया उछल के खुद के प्रभु को आराधना करने के लिए. പകൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. आज सुबह आपको एक चमत्कार बनाने का सामर्थ्य परमेश्वर के पास വിലാപങ്ങൾ है. മാത്രമല്ല സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവമാണ്. सिर्फ विलाप गीत नहीं है, जय जयकार का आनंद का गीत भी आपका होठों में प्रभु देगा. ഈ ആരാധനയിൽ നീ വന്നതുപോലെയല്ല മടങ്ങി പോകുന്നത്. നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റി മറ്റൊരു മാനപാത്രമാക്കി ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. इस आराधना में जैसे आया वैसे नहीं है, आप जब लौटेगा एक खूबसूरत नया बर्तन का रूप में आपको वापस बना के प्रभु भेजने वाला है. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग इन बातों पर കരങ്ങളെ विश्वास कर അടിച്ചു रहे हैं? കരങ്ങളെ അടിച്ചു ഒരു സ്വതന്ത്രം तालियां പറയാമോ? बजाकर प्रभु को धन्यवाद दीजिए. സ്വതന്ത്രം പറയാമോ? तालियां നിന്നെ बजाकर അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം. हालेलुया. അത്ഭുതമല്ല അത്ഭുതമല്ല ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. അത്ഭുതമല്ല അത്ഭുതമല്ല ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. Praise the Lord. നാം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നാം ജീവിക്കുന്നത്. परमेश्वर का अनुग्रह का द्वारा हम जीवे. ഈ പകൽ ദൈവകൃപ നമ്മുടെ മേൽ പകരട്ടെ. इस सुबह का समय प्रभु ഒരു അത്ഭുത കർത്താവ് നമ്മുടെ മേൽ ചെയ്യട്ടെ. आने दीजिए. ഈ പകൽ നമുക്ക് വേണ്ടി പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അവസരങ്ങൾ നൽകിയ കർത്താവിന്റെ ദാസരോട് സഭയോട് നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു. നമ്മുടെ കർത്താവ് വരാറായി. आज इसमें प्रभु और भी हमें आशीषित करेगा. समय दिया परमेश्वर का दास को धन्यवाद करना चाहता हूँ. आगे सेवकाई करने के लिए परमेश्वर का दासी को मैं हालेलुया आगे बुलाना चाहता हूँ. Praise the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का पवित्र नाम की महिमा होने पाए. കർത്താവദാസൻ ബെന്നി പാസ്റ്ററോടും കുടുംബത്തോടും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോടും ദൈവജനത്തോടും ചേർന്ന് കർത്താവിൻ്റെ വചനവും സാക്ഷ്യമായി നിൽപ്പാൻ സർവശക്തനായ കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर का दास फिन्नी पास्टर अंकल और फैमिली और सारी कलीसिया के साथ वापस खड़े होने के लिए परमेश्वर ने सहायता की, इसलिए परमेश्वर को धन्यवाद देना चाहती हूँ. ഞങ്ങൾ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവദാസൻ ബെന്നി പാസ്റ്റർ,
हम मसीह में काफ़ी प्रेम रखने वाले, काफ़ी रेस्पेक्ट रखने वाले पास्टर फिन्नी अंकल, കർത്താവൻ ദാസി സാൻഡി സിസ്റ്റർ, परमेश्वर की कुഞ്ഞുങ്ങൾ, बहन सैंटी आंटी और बहनें, അതിന് उनके ആമേൻ बच्चे। എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ്, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ. मुझे बहुत अच्छा लगा, यहाँ पे काफ़ी आशीषित वर्शिप पे और सारे आशीषित बच्चे, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, यहाँ पर आए हुए सभी को, പ്രത്യേകിച്ച് ഏഞ്ചലിനും खास तौर से एंजल के लिए യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. यीशु मसीह के नाम से स्नेह वंदन। സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്, मुझे बहुत जो खुशी की बात लगी, ആമേൻ, കർത്താവ് കൊടുത്തിരിക്കുന്ന കഴിവുകളെ കണ്ടറിഞ്ഞ് അവർക്ക് സ്തോത്രം അവരെ ആമേൻ പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. मैं परमेश्वर के दास के लिए बहुत धन्यवाद देना चाहती हूँ कि इन बच्चों के टैलेंट को समझकर जो उन्हें प्रोत्साहित करते हैं, इसलिए मैं परमेश्वर पिता को भी എല്ലാ धन्यवाद। കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. सारे बच्चों को परमेश्वर आशीषित करने ആമേൻ. ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി എഴുന്നേൽക്കട്ടെ. इस सभा की आशीषित पीढ़ी बनकर वो उठ खड़े होने അവർ पाए। ചെല്ലുന്ന രാജ്യങ്ങളിൽ ഈ സഭകൾ आमेन। സ്ഥാപിക്കട്ടെ. वो जहाँ जहाँ पर जाएंगे सारे राज्य में कलीसिया की എത്ര പേർ स्थापना होने വിശ്വസിക്കുന്നു? पाए। ഹല്ലേലൂയ. कितने लोग ऐसा विश्वास करते हैं? ഹല്ലേലൂയ. हालेलुया। സ്തോത്രം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ आज सुबह जब मैं प्रार्थना कर रही थी, പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടു. पवित्र आत्मा अच्छे से बात ആമേൻ. किया। സ്വന്തമായ ആരാധന ഹോള് കർത്താവ് തരാൻ പോവാ. खुद का एक आराधना का स्थान എത്ര परमेश्वर പേർ देने जा വിശ്വാസത്തോടെ रहा है। പറയുന്നു? कितने लोग विश्वास से कह पाएंगे? അനുഗ്രഹിക്കപ്പെട്ട ഹോള് एक आशीषित ആമേൻ. हॉल എന്റെ കർത്താവ് സ്വന്തമായി നൽകി. हमारा परमेश्वर खुद से हमें देने वाला है। പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി മാറാൻ പോവാ. 1000 10,000 लाखों को ये आशीष का कारण बनने वाला है। ഹല്ലേലൂയ. हालेलुया। സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. परमेश्वर सभी को आशीष करने पाए। അപ്പോസ്തല പ്രവൃത്തി प्रेरितों का किताब 19 അധ്യായം 19 अध्याय അതിന്റെ 21 വാക്യം. उसका 21वां आयत। അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 21 വാക്യം. प्रेरितों के काम 19 उसका 21। जब ये बातें हो चुकी तो पौलुस ने आत्मा में ठाना कि मकिदुनिया और अखाया में होकर यरूशलेम को जाऊं, और कहा वहां जाने के बाद मुझे रोम को भी देखना अवश्य है। ഇത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാമെങ്കിൽ, ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും അഖായിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അവിടെ ചെന്ന ശേഷം റോമയും ഒന്ന് കാണണം. जब ये बातें हो चुकी तो पौलुस ने आत्मा में ठाना कि मकिदुनिया और अखाया से होकर यरूशलेम को जाऊं, और कहा कि वहां जाने के बाद मुझे रोम को भी देखना अवश्य है। അപ്പോസ്തലനായ പൗലോസ് തന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുക, ये अपोस्तल पौलुस अपने हृदय में कैसा इच्छा रखता है, എനിക്ക് യെരുശലേമിൽ ഒന്ന് പോകണം. मुझे यरूशलेम तो जाना है, അവിടെ ചെന്ന ശേഷം वहां जाने के बाद റോമയെ ഒന്ന് കാണണം. रोम जाके देखना है। പൗലോസിന്റെ ആഗ്രഹമാ. ये पौलुस की एक इच्छा थी। അനേക സ്ഥലങ്ങളിലും കുഗ്രാമങ്ങൾ അല്ലെങ്കിൽ പലയിടത്തു പോയി ശുശ്രൂഷ ചെയ്ത പൗലോസ് अनेक जगह पर जाकर, गांवों में जाकर सेवकाई किया हुआ पौलुस, അവസാനത്തെ ആഗ്രഹം, ये आखिरी इच्छा है, എനിക്ക് യെരുശലേമിൽ പോകണം. मुझे यरूशलेम में जाना അവിടെ है, ചെന്നിട്ട് वहां जाने के बाद റോമയെ ഒന്ന് കാണണം. रोम को भी देखना है। തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ കർത്താവ് നിവർത്തിക്കും. अपनी भक्तों की इच्छाओं को परमेश्वर पूरा നമ്മുടെ करेगा। ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തിക്കും. हमारी इच्छाओं को परमेश्वर पूरा करेगा। ആമേൻ. പൗലോസിനോട് पौलुस से കർത്താവ് പറയുക, परमेश्वर ने कहा, 23 അധ്യായം उसका 23वें अध्याय അതിന്റെ 11 വാക്യം. उसका 11 आयत, 23 അധ്യായം 11 വാക്യം. 23वें अध्याय के 11 आयत। उसी रात प्रभु ने उसके पास खड़े होकर कहा, हे पौलुस ढारस बंद, क्योंकि जैसी तूने यरूशलेम में मेरी गवाही दी वैसे ही तुझे रोम में भी गवाही देनी होगी। രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, रात को प्रभु उसके पास आकर कहा, പൗലോസേ, हे पौलुस ധൈര്യമായിരിക്ക്, ढाढ़स बांध, നീ ധൈര്യപ്പെട്, तू हिम्मत से रह, എന്നെ കുറിച്ച് तेरे बारे में യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ जिस प्रकार से यरूशलेम में गवाही बना। പൗലോസ് പറഞ്ഞതും ആഗ്രഹിച്ചതും पौलुस ने जो कहा, जो इच्छा रखा, യെരുശലേമിൽ ഒന്ന് പോകണമെന്ന
പോകണമെന്നാ. यरूशलेम में जाना था। പക്ഷെ ഇവിടെ പറയുന്നു लेकिन यहाँ पर इस प्रकार से कहता है, യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ यरूशलेम में जिस प्रकार से मेरी गवाही दी, റോം കാണുകയല്ല, रोम में भी केवल देखना നീ नहीं, റോമയിലും സാക്ഷീകരിക്കൂ. तो रोम में भी मेरी गवाह നീ बनेगा। റോം എന്ന രാജ്യത്ത് കടന്നു ചെല്ലു. तो रोम के राज्य में तू जाएगा, അവിടെ പോയി സാക്ഷിയായി നിൽക്കും. वहां जाकर तू मेरा गवाही देगा। ആമേൻ. ചിലരെ കർത്താവ് അതിനായി എഴുന്നേൽപ്പിക്കാൻ പോവാ. इसका कुछ लोगों को परमेश्वर इसलिए उठाने ആമേൻ. वाला है। പൗലോസേ, हे पौलुस, നീ ധൈര്യപ്പെട്. तू ठाठस നീ बन, റോമിൽ പോയി എന്റെ സാക്ഷിയാകും. तू रोम में जाकर मेरा गवाह बनेगा। സ്തോത്രം. Praise Lord. ഹല്ലേലൂയ. Hallelujah. കർത്താവ് തന്നെ നേരിട്ട പൗലോസിനോട് പറയുന്നേ. परमेश्वर सीधा आके डायरेक्टली पौलुस से बात करता है। പൗലോസിനോട് കർത്താവ് പല മുഖാന്തരങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. पौलुस से कहीं माध्यम से परमेश्वर ने बात किया है। ദൂതനിലൂടെ സംസാരിച്ചു, स्वर्गदूत को भेजकर बात किया है, പ്രവാചകനിലൂടെ സംസാരിച്ചു, भविष्यवक्ताओं को भेजकर बात किया है, ദർശനത്തിലൂടെ സംസാരിച്ചു. दर्शन से बात किया है। പക്ഷെ ഈ സമയത്ത് लेकिन अभी इस वक्त ഞാൻ ഈ വചനഭാഗം ഒന്നും എടുക്കുന്നില്ല. मैं वचन के भाग नहीं निकाल നിങ്ങൾ रही हूँ। ഭവനത്തിൽ ചെന്ന് വായിച്ചാ മതി. आप घर पे जाके पढ़ ഈ लेना। 23-ാം അധ്യായം इस 23वें अध्याय വല്ലാത്ത പ്രതിസന്ധിയിലാ. एक काफी कठिनाई ഒരു में കൂട്ടം है। ജനം പൗലോസിനെ കൊല്ലാനിരിക്കുക. एक झुंड अभी पौलुस को मारने पर है। ആമേൻ. ഈ സമയത്താണ് इस समय पर ആമേൻ തകർന്നിരിക്കുന്ന സമയത്ത് टूटा हुआ इस अवसर ആമേൻ पर അടുത്ത നിമിഷം മരണം ഉറപ്പാ. अगला पल जो मृत्यु ആമേൻ. पक्की है। ഈ ആമേൻ പൗലോസിന്റെ അടുക്കൽ पौलुस के पास ദൂതനെ കർത്താവ് അയച്ചില്ല, दूत को नहीं भेजा, ദർശനം കൊടുത്തില്ല, दर्शन नहीं दिया, ആമേൻ പ്രവാചകനെ അയച്ചില്ല, भविष्यवक्ता को नहीं भेजा। പിന്നെയോ फिर കർത്താവ് തന്നെ परमेश्वर खुद ही നേരിട്ട് വന്ന് പറഞ്ഞു, सीधा आकर उससे कहा, പൗലോസേ, हे पौलुस, നീ ധൈര്യപ്പെട്, तू ठाठस നിന്നെ मान, ഒരു ശത്രു തകർക്കത്തില്ല, कोई शक्ति तुझे നിന്നെ रोकेगा ആരും नहीं, തൊടത്തില്ല, कोई शक्ति तुझे നീ छूएगा ഇവിടെ കൊണ്ട് नहीं, അവസാനിക്കത്തില്ല, तेरा यहाँ पर अंत അടുത്തൊരു नहीं യാത്ര होगा। നിനക്കുണ്ട്. ഓ, हालेलुया। അടുത്ത റോമിലേക്ക് ഒരു യാത്രയുണ്ട്. अगली रोम की ओर तुझे एक यात्रा है। കർത്താവല്ലേ ആലോചന പറഞ്ഞേ, परमेश्वर ने कहा है ना, കർത്താവല്ലേ ദൂത് കൊടുത്തേ. परमेश्वर ने उसे वाणी दिया അതെ, है। കർത്താവ് തന്നെ നേരിട്ട് സംസാരിച്ചു. हाँ, परमेश्वर उसे सीधा आकर उससे बात किया കർത്താവ് है। പറഞ്ഞ വാഗ്ദത്തം മാറത്തില്ല. जो परमेश्वर का वादा कभी टलती കർത്താവ് नहीं है। അരുളി ചെയ്ത് മാറിപ്പോകത്തില്ല. परमेश्वर ने जो कहा वो हटेगा नहीं। അതുകൊണ്ടാ മുന്നേ ആദ്യമേ പറഞ്ഞത് इसलिए पहले ही कहा, ധൈര്യമായിരിക്കെ. ढाढ़स बांधे रहो। സ്തോത്രം. Praise Lord। എന്നാൽ लेकिन പൗലോസിനെ पौलुस को റോമിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് रोम तक नहीं पहुंचाऊंगा कहकर അനവധി തടസ്സങ്ങൾ വന്നു. काफी कठिनाइयां आई। 28-ാം അധ്യായം വരെ തടസ്സം മാത്രമേ ഉള്ളൂ. उसके 28 अध्याय तक रुकावटें ही रुकावटें അതിലെ हैं। 1-2 കാര്യം മാത്രം പറഞ്ഞ് उसका 1-2 बातें केवल कहकर വേഗത്തിലിരിക്കാം. जल्दी से बैठना चाहती അതിന്റെ हूँ। 12-ാം വാക്യം വായിക്കുന്നു. उसका 12वां में ऐसा लिखा है, നേരം വെളുത്തപ്പോൾ, जैसे ही सुबह हुआ, നേരം വെളുത്തപ്പോൾ जैसे ही सुबह हुआ, ചില യഹൂദന്മാർ ഒന്നിച്ചുകൂടി. कुछ यहूदी लोग इकट्ठा അവിടെ होकर വായിക്കുന്നവർ യോജിച്ചു. वो लोग एक हुआ എന്നിട്ട് പറയുകയാ, और कहा, പൗലോസിനെ കൊന്നുകളയുവോളം जब तक हम पौलुस को मार न डाले ഒന്നും തിന്നുകയോ तब तक न खाएंगे കുടിക്കുകയോ न पिएंगे, ചെയ്യുകയില്ല എന്ന് ऐसा नहीं करेंगे कहकर ശപഥം ചെയ്തു. ശപഥം. शपथ लिया उन्होंने। അടുത്ത വാക്യത്തിൽ പറയുന്നു, अगले पद में लिखा है, കഠിന ശപഥം ചെയ്തു. उन्होंने काफी कठिन അവൻ शपथ किया। 40-ലധികം പേർ 40 से अधिक लोग ഇവരൊക്കെ थे, യോജിച്ചു. एक हुए। എന്റെ ചിന്തയിൽ പറഞ്ഞാൽ मेरी चिंता में कहा ഇവര് जाए तो യോജിപ്പില്ലാതെ കടന്നവരാ. यहाँ पर ये एक नहीं होते ഇവർക്ക് थे, ഒരു ഐക്യതയില്ലായിരുന്നു. इनमें एकता तो थी ही പക്ഷേ नहीं, ഒരു അഭിഷക്തനെ തകർക്കാൻ, लेकिन एक अभिषेक को ഒരു मार डालने के लिए, ദൈവവൈതലിനെ നശിപ്പിക്കുവാൻ, एक परमेश्वर के संतान को ഒരു नाश करने കുടുംബത്തെ के लिए, ഇല്ലാതാക്കുവാൻ, एक कुटुंब को नाश करने അവൻ के लिए, യാത്രയെ തകർക്കുവാൻ, यात्रा को रोकने के लिए, ശുശ്രൂഷയെ അവസാനിപ്പിക്കുവാൻ, सेवकाई को खत्म അവനെ करने കൊണ്ട് के लिए, പരാജയപ്പെടുത്തുവാൻ, उसे पराजय करने के लिए 40 പേർ 40 लोग ഒരുമിച്ച് പറഞ്ഞു, एक साथ मिलकर कहा, പൗലോസിന്റെ മരണം കാണാതെ, पौलुस का जब तक मृत्यु न പൗലോസിന്റെ देख लूं, അവസാനം കാണാതെ जब तक पौलुस का अंत न देख लूं, ഞങ്ങൾ ഒന്നും തിന്നുകയില്ല, तब तक हम न कुछ खाएंगे കുടിക്കുകയില്ല न पिएंगे, എന്ന് ശപഥം ചെയ്തു. ऐसा शपथ लिया। സ്തോത്രം. Praise Lord। ഹല്ലേലൂയ. हालेलुया। ശപഥ ശക്തി, शपथ की शक्ति, അഭിഷേകമുള്ള
अभिषेक का പ്രാർത്ഥിക്കുന്ന प्रार्थना करने वालों ഒരു का ദൈവ പൈതലിനെതിരെ एक परमेश्वर के बच्चे के എത്ര विरुद्ध में ശപഥം ചെയ്താലും कितनी भी शपथ किया എത്ര जाए, ശാപശക്തികൾ പൊങ്ങി कितनी വന്നാലും भी शाप की शक्ति उठाए, തൊടത്തില്ല മക്കളെ, परमेश्वर के संतान को തൊടാൻ छूएगा नहीं, അനുവദിക്കത്തില്ല, छूने की अनुमति नहीं देगा, നമ്മെ വിട്ടുകൊടുക്കത്തില്ല. हमें छोड़कर नहीं देगा। അവൻ എന്റെ മുഖത്ത് നോക്കി ശപിച്ചവരുണ്ട്, मेरे चेहरे पे देख के मुझे श्राप दिए हुए लोग അവൻ हैं, തകർന്നു പോകുമെന്ന് പറഞ്ഞവരുണ്ട്, नाश हो जाएगी ऐसा कहे हुए लोग हैं, സ്വന്തം എന്ന് പറഞ്ഞവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ ശപിക്കുകയാണ്. जो मुझे अपने खुद के लोग तो उन्होंने कहा कि मैं तुझे श्रापित देती പക്ഷെ हूँ, അഭിഷേകത്തോട് പറഞ്ഞു लेकिन अभिषेक में എത്ര कहा ശപിച്ചാലും कितनी भी मुझे श्राप दे, എത്ര വെല്ലുവിളിച്ചാലും कितनी मेरे विरुद्ध चुनौती എന്റെ उठे, മേൽ പകർന്ന അഭിഷേകം मेरे अंदर व्यापार करने वाला अभिषेक वो जय करने वाला है। ഹല്ലേലൂയ, हालेलुया, സ്തോത്രം. प्रेज लॉर्ड। ആമേൻ. ഞങ്ങൾ രണ്ടുപേരുടെയും വീട് കൊട്ടാരക്കരയാ. हम दोनों का घर कोटारेकेरा में है। ആമേൻ. ഞങ്ങളെ സ്തോത്രം ലോകം അറിയപ്പെടാൻ കാരണം ആസാദി ചാനലാ. हमें दुनिया जानने का रीजन आसादी चैनल ഞാൻ है, ഒത്തിരി ആമേ പാസ്റ്റർ ആന്റിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. इसलिए पास्टर को मैंने बहुत प्रेम रखती हूँ और मैं बहुत आदर देती हूँ। ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ ആമേ സാക്ഷ്യത്തിലൂടെ നേടുവാൻ അനേകരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആസാദി ചാനലിലൂടെ ലോകത്തിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. अनेक लोगों को परमेश्वर की ओर लाने के लिए आजादी चैनल, जो दुनिया के हर जगह से बैठकर कोने कोने के लोग इस गवाही को देखते हैं, അതിലൊരു വ്യക്തിയെ ഞാൻ. उसमें से ही एक मैं भी हूँ। ഞങ്ങൾ ആമേ ഞങ്ങളുടെ സ്വന്തം സ്ഥലം കൊട്ടാരക്കര. हमारा खुद का जगह कोटारेकेरा ഞാൻ है। കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താ ജനിച്ചു വളർന്നത്. कोटारेकेरा में സ്തോത്രം. അതിന് പാടുള്ള സ്ഥലമാ, वहाँ पर പക്ഷെ അറിയപ്പെട്ട സ്ഥലമാ. जाने वाला एक जगह है, ആമേൻ. പെന്തക്കോസ്തുകാരാൽ നിറയപ്പെട്ടൊരു സ്ഥലമാ. पेंतकोसों से भरा हुआ एक അങ്ങനെ जगह ഒരു है। പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. वहाँ पर एक पेंतकोस की कुटुंब में ही मेरी बड़ा पालन पोषण हुआ, പക്ഷെ എന്റെ ചെറിയ പ്രായം മുതൽ लेकिन मेरे छोटे उम्र से ही ഞാൻ രാത്രി 1 മണിക്ക് പ്രാർത്ഥിക്കും. मैं रात को 1 बजे प्रार्थना करती ആമേൻ. थी। എനിക്ക് മൂത്ത ഒരു സഹോദരനുണ്ട്, ഇളയ 2 സഹോദരിമാര്. मुझे बड़ी एक बहन है और 2 छोटे भाई है। എന്റെ ഇളയ 2 സഹോദരിമാർ ഞങ്ങൾ 3 പേരും കൂടെ രാത്രി 1 മണിക്ക് പ്രാർത്ഥിക്കും. हम तीनों बहनें बैठकर एक साथ बैठकर प्रार्थना करते थे। ആമേൻ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ये प्रार्थना हर दिन चलती रही। ഞാൻ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ जब मैं 10वीं कक्षा में थी, ഞാൻ ഒരു ദർശനം मैं കാണാനിടയായി. एक दर्शन देखी। ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. मैं ऐसा प्रार्थना कर रही थी। പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് प्रार्थना करते वक्त ഞാൻ ദർശനം കാണുകയാ. मैं दर्शन देख रही ഒരു थी। അംഗവൈകല്യമുള്ള വ്യക്തിയെ एक हैंडीकैप्ड वाला एक व्यक्ति को എപ്പോഴും ഇങ്ങനെ കാണും. हमेशा मैं ऐसा അപ്പൊ देखती എന്റെ थी। ചിന്ത तो मेरा ऐसा सोच, ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി ऐसा एक व्यक्ति के लिए പ്രാർത്ഥിക്കുമ്പോൾ प्रार्थना करूंगी तो അവൻ വിടുതൽ കിട്ടും. छुटकारा मिलेगा। എന്റെ ആഗ്രഹം അതായിരുന്നു. मेरी इच्छा भी वही थी। രോഗശാന്തി ശുശ്രൂഷവരോ रोगों की चंगाई करने का सेवकाई का वरदान। ചെറിയ പ്രായം മുതൽ ശുശ്രൂഷ ആഗ്രഹിച്ച വ്യക്തിയാ. बचपन से ही मैंने सेवकाई को चाहत किया അങ്ങനെ एक ഞങ്ങൾ व्यक्ति हूँ। എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കാൻ പോകും. ऐसे हम हर घर पर प्रार्थना करने के लिए ഞങ്ങൾ चाहते ആമേ थे। ഇതുപോലെ യൂത്തിന്റെ ഒരു ആമേ ഗ്രൂപ്പ് പ്രയർ തുടങ്ങി. हमने ऐसे यूथ का एक प्रेयर ग्रुप चालू അങ്ങനെ किया, അത് വളർന്നു. वो बढ़ने लगा। പക്ഷേ लेकिन ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ കണ്ടില്ല. तब तक मैंने एक हैंडीकैप व्यक्ति को नहीं देखा था। എന്നാൽ लेकिन എന്റെ 18ാമത്തെ വയസ്സിൽ मेरे 18 उम्र में എനിക്കൊരു വിവാഹാലോചന വന്നു. मुझे एक शादी का एक रिश्ता आया। എന്നോട് പറഞ്ഞു मुझसे कहा ആമേ പയ്യന്റെ വീട് കൊട്ടാരക്കരയാ, लड़के का जो घर है वो कोटारेकेरा में है, സഭാ ചാർജ് ഇടുക്കിയിലാ. कलीसिया का जो सभा का जो चार्ज था वो इडुक्की में था। ആമേ സ്തോത്രം. അങ്ങനെ ഒരു വിവാഹാലോചന എനിക്ക് വന്നു. ऐसा एक शादी का रिश्ता मेरे लिए आया। ഭയങ്കര സന്തോഷമായി എനിക്ക്. मुझे बहुत खुशी हुई, കാരണം ശുശ്രൂഷ ആഗ്രഹിക്കുന്നത് കൊണ്ടും क्योंकि मैं सेवकाई की इच्छा रखती ഒരു थी, പാസ്റ്റർ इसलिए ആയതുകൊണ്ടും वो एक पास्टर थे, എന്റെ इसलिए വയസ്സ് 18 വയസ്സേ ഉള്ളൂ. എനിക്കത് പ്രശ്നമല്ല. मेरी उम्र 18 ही था, लेकिन वो मेरे ആമേൻ लिए कोई സ്തോത്രം. सवाल ഞാൻ नहीं था। പറഞ്ഞു എനിക്ക് സമ്മതമാ. मैंने कहा कि मुझे खुश है। പിറ്റേ ദിവസം എന്നെ കാണാൻ വന്നു. अगले दिन मुझे मिलने के लिए आए। ആമേ പാസ്റ്റേഴ്സും അനേകരുമായിട്ട് അവര് കടന്നു വന്നത് अनेक കാണാൻ. पास्टर्स लोग के साथ में वो मुझे मिलने के लिए आए थे। ആ അന്നത്തെ സമയത്ത് उस दिन ആമേ ചെറുക്കനും പെണ്ണും കൂടെ കാണുന്നത് लड़का लड़की जो मिलते हैं, ആമേ ഈ ചെറുക്കന് വേണ്ടി പെണ്ണ് ചായ കൊണ്ട് കൊടുക്കും. जब लड़की जो है लड़का के लिए चाय लेकर जाती ചായ है, കൊടുക്കുമ്പോഴാ പേര് ചോദിക്കുന്നത്. जब चाय लेकर जाती है तो नाम पूछते അങ്ങനെ हैं। ഞാൻ ചായ കൊണ്ട് ചെല്ലുമ്പോ वैसे जब मैं चाय लेकर जा रही थी, കൂടെ വന്ന് പാസ്റ്റർ പറഞ്ഞു, साथ में आए हुए पास्टर ने कहा മോളെ ഇതാണ് പയ്യൻ. कि बेटी ये है लड़का। ഞാൻ നോക്കിയപ്പോ जब मैंने देखा അംഗവൈകല്യമുള്ള വ്യക്തിയാ. उनका हैंडीकैप था। ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, पवित्र आत्मा ने मुझसे कहा, നീ 15ാമത്തെ വയസ്സിൽ കണ്ട ദർശനമായത്, आमेन, तूने 15 उम्र में देखा हुआ दर्शन है നീ ये। അന്ന് കണ്ട आमेन। സ്വപ്നമായത്, तूने उस दिन जो देखा वो आमेन। सपना है ये। വ്യക്തി
വ്യക്തമായി എന്റെ കാതുകളിൽ കർത്താവ് मैंने സംസാരിച്ചു. स्पष्ट रूप से मेरे कानों में उस आवाज को सुना। സ്തോത്രം. हालेलुया। ഞാൻ പറഞ്ഞു, मैंने कहा ഞാൻ റെഡിയാ, मैं तैयार हूँ। എനിക്ക് താല്പര്യമാ. मुझे ആമേൻ. तात्पर्य ദൈവത്തിന്റെ है। ശബ്ദം ഞാൻ ഏറ്റെടുത്തു. परमेश्वर की इस आवाज को मैंने स्वीकार हालेलुया। कर लिया। हालेलुया। ആമേൻ. സ്തോത്രം. हालेलुया। എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ मैंने जब कहा कि मैं तैयार ആമേൻ, എന്റെ हूँ, അച്ഛൻ എന്നോട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. मेरे पिताजी ने मुझसे 3 सवाल पूछा। ഞങ്ങൾ മാറിപ്പോയ നിന്നൊന്നും അല്ല ചോദിച്ചേ, हम हटकर नहीं पूछे എല്ലാ थे, ദൈവദാസന്മാരുടെ മുന്നിൽ വെച്ച് सभी परमेश्वर के दासों के बीच में എന്നോട് ചോദിച്ചു. मुझसे इस प्रकार से उन्होंने ആമേൻ. पूछा, ഞാനൊരു അംഗവൈകല്യമുള്ള വ്യക്തിയായി എന്നെ സ്വീകരിക്കാമോ? मैं एक हैंडीकैप्ड व्यक्ति हूँ, क्या तू मुझे स्वीकार करेगी? ഞാൻ പറഞ്ഞു സ്വീകരിക്കാം. मैंने कहा हाँ स्वीकार करूंगी। 2, दूसरा, ഹൈ റേഞ്ചിലാ സഭ, ഇടുക്കിയിലാ സഭ. इടുकी हाई रेंज में है मेरी कलीसिया है। ആമേൻ. കുന്നും മലയൊക്കെ കയറാൻ തയ്യാറാണോ? वहाँ पर ऊंची ऊंची पहाड़े हैं, वो चढ़ने के लिए क्या तू तैयार है? ഞാൻ പറഞ്ഞു റെഡിയാ. मैंने कहा हाँ मैं तैयार हूँ। മൂന്നാമത്തത്, तीसरा, പട്ടിണി കിടക്കാൻ തയ്യാറാണോ? भूख के रहने के लिए क्या तू तैयार ഞാൻ है? പറഞ്ഞു പട്ടിണി കിടക്കാനും തയ്യാറാ. मैंने कहा हाँ मैं उसके लिए भी तैयार എനിക്ക് हूँ। ഒരു കാര്യം മനസ്സിലായി. मैं एक बात जान എന്നെ गई, കാണാൻ വന്ന ചെറുക്കൻ जो मुझे मिलने आया वो लड़का കർത്താവിൽ ജയിച്ചവനാ. परमेश्वर पर जीता കർത്താവിൽ हुआ है, ജയിച്ചവനാ. परमेश्वर पर जीता हुआ है। इसलिए എന്റെ ജീവിതകാലം ഒരിക്കലും मेरे जीवन में कभी भी ഞാൻ പരാജയപ്പെടത്തില്ല. मैं पराजित ഞാൻ नहीं होंगी, തകർന്നു പോകത്തില്ല. मैं नाश नहीं ഞാൻ ആരുടെ होंगी, മുമ്പിൽ ക്ഷീണിച്ചു मैं പോകത്തില്ല. किसी के सामने थक नहीं जाऊंगी। हालेलुया, ഹല്ലേലൂയ. हालेलुया। കർത്താവിന്റെ ശബ്ദം ഏറ്റെടുക്കുവാൻ, परमेश्वर की आवाज को स्वीकार करने के ആമേൻ, लिए, ദർശനം മുറുകെ പിടിക്കുവാൻ. दर्शन को थामे पकड़ने के लिए ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സഹായിച്ചു. परमेश्वर ने हमें सहायता ഞങ്ങൾ किया। ആമേൻ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് മടങ്ങിപ്പോയി. डेट सब बोलकर वापस चले गए। എന്നാൽ लेकिन ആമേൻ നമുക്കറിയാം, നമ്മുടെ സ്വന്തക്കാരോടൊക്കെ പറയുമ്പോ हम जब अपने खुद के रिश्तेदारों से जब हम कहते हैं, ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലങ്ങൾ जीवन में आया हुआ काफी प्रतिकूल की സ്വത്രം अवस्था है, തകർന്നു പോകും, हम थक जाते हैं, നശിച്ചു പോകും. नाश हो जाते हैं। 6 മാസം തികയ്ക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ട്. 6 महीने तक समाप्त पूरा नहीं करेगा ऐसा लोग चुनौती दिया ഈ था। വെല്ലുവിളി വന്നപ്പോഴോ जब ऐसी चुनौतियां जब ഞാൻ सामने പറഞ്ഞു, आई, मैंने कहा സ്വത്രം അഭിഷേകത്തിന് അന്നൊക്കെ ദൈവകൃപ ശക്തമായി നിൽക്കുവല്ലേ. वो समय अभिषेक और काफी ആമേൻ. शक्तिशाली के रूप സ്വത്രം में खड़े അവരുടെ थे। മുഖത്ത് നോക്കി പറഞ്ഞു, उनका चेहरे पे देख के ആമേൻ, मैंने എനിക്ക് कहा തന്ന ദർശനമാ, मुझे जो मिला वो दर्शन है, അതിനെ ये ആർക്കും മാറ്റാൻ उसे പറ്റത്തില്ല. कोई हटा नहीं सकता। ആര് വന്നില്ലെങ്കിലോ, कोई भी ना आए, ആര് സഹകരിച്ചില്ലെങ്കിലോ, कोई भी हमारे साथ सहभागिता ആമേൻ, ना दे, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാ. परमेश्वर ने मेरे लिए तैयार किया है ये। हालेलुया। हालेलुया। അവസാനം आखिरी में മുഖത്ത് നോക്കി പറഞ്ഞു, चेहरे पर देखकर कहा, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ जो तेरे बच्चे पैदा होंगे वो അംഗവൈകല്യമുള്ളവരാകും. भी हैंडीकैप्ड होंगे। സ്തോത്രം. प्रेज लॉर्ड। ഞാൻ പറഞ്ഞു, मैंने कहा, എന്റെ ഉദരത്തിൽ കരം വെച്ചിട്ട് പറഞ്ഞു, मैंने मेरे कोक पर हाथ रखकर कहा, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ തന്ന हैंडीकैप्ड वाले बच्चे यदि तू मुझे देता है, ഞാൻ അവരെ വളർത്തും, मैं उससे पालन पोषण ഞാൻ അവരെ करूंगा, വളർത്തും. मैं उन्हें പക്ഷെ बढ़ाऊंगा, ഞാൻ പിന്മാറത്തില്ല. लेकिन मैं पीछे नहीं ഞാൻ എന്റെ हटूंगी। ദർശനം മുറുകെ പിടിച്ചു. मैं दर्शन को थाम लिया। ഹല്ലേലൂയ. हालेलुया। ആമേൻ. ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. हम लोग की शादी हो गई, ആമേൻ. ഞങ്ങൾ സ്തോത്രം ഹൈ റേഞ്ചിലേക്ക് हम കടന്നുപോയി. उस पहाड़ी एरिया पे इलाके में चले गए। ആമേൻ. നമുക്കറിയാമല്ലോ, അവിടെ വിശ്വാസികളുടെ വീടെല്ലാം മലയുടെ മണ്ടയ്ക്കാ. हम जानते हैं वहाँ पे जो विश्वास घर है पूरे एक एक पहाड़ों के ऊपर है। ഒരു ഭവനത്തിൽ കയറി അടുത്ത ഭവനത്തിൽ പോകണമെങ്കിൽ അടുത്ത മല കയറണം. एक घर से यदि दूसरा घर जाना है तो दूसरा पहाड़ पे हमें चढ़ना है। ഞാൻ അച്ഛനോട് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ, मेरा पहला पूछा मेरे हस्बैंड से पहला प्रश्न നമ്മുടെ है, വീട് കൊട്ടാരക്കരയല്ലേ? हमारा घर तो कोटारकेरा में है। കൊട്ടാരക്കര, തിരുവനന്തപുരം, തിരുവല്ല നല്ല നിരന്ന സ്ഥലമില്ലേ? कोटारकेरा तिरुवल्ला तीर्थम सब ऐसे ऐसे सीधा जमीन है। എന്തിനാ ഇവിടെ വന്ന്? लेकिन हम यहाँ पर क्यों आए, എന്തിനാ ഈ ദേശത്ത് വന്ന്? क्यों इस देश पर आए? എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാ, मुझसे कहा हुआ एक बात, മച്ചി എന്ന് പറഞ്ഞവൾ 6 മാസം. आमेन, जिसे कहा गया ये बांझ है उसका 6वां महीना, ആമേൻ. നടക്കത്തില്ലെന്ന് പറഞ്ഞ് जिन्होंने कहा कि ये पूरा होगा नहीं, സകല ഡോക്ടേഴ്സും കൈവിട്ടു. सारे डॉक्टर्स ने उन्हें हाथ छोड़ ആമേൻ. दिया। അവസാനം ഡോക്ടർ എഴുതി കൊടുത്തു, आखिर में डॉक्टर ने लिख कर ഇനി दिया, ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, अभी इस बच्चे को यहाँ पर लेकर मत आओ, ഇനി അവൻ നടക്കത്തില്ല. अभी वो चलेगा नहीं। ആമേൻ. സ്തോത്രം. അങ്ങനെ എഴുതി കൊടുത്ത സകല മെഡിക്കൽ സയൻസിനെയും മാറ്റിക്കൊണ്ട് ऐसे लिख कर दिया वो हर मेडिकल साइंस को हटा എല്ലാ വിധികളെയും പൊളിച്ചുകൊണ്ട് सारी विधियों को तोड़ते हुए എന്റെ കർത്താവ് എനിക്ക് കാലുകളെ തന്നെങ്കിൽ, मेरा परमेश्वर ने मुझे मेरे എന്റെ पैरों को കർത്താവ് दिया है എനിക്ക് तो ആരോഗ്യം തന്നെങ്കിൽ, मेरा परमेश्वर मुझे बल
സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. ആമേൻ. Amen. ഒറ്റ കാര്യം പറയാം. एक बात कहना चाहती हूँ, ആമേൻ. കർത്താവ് തരുന്ന, जो परमेश्वर देता है, കർത്താവ് കേൾപ്പിക്കുന്ന परमेश्वर जो सुनाता ദൈവ है, ശബ്ദവും परमेश्वर का आवाज, ദൈവത്തിന്റെ ആലോചനകളൊന്നും परमेश्वर की सारी वाणियां, തള്ളിക്കളയരുത്. उसे कभी ठुकराना ആമേൻ. नहीं. സങ്കീർത്തനത്തിലൂടെ भजन संगीता के द्वारा ആമേൻ കർത്താവിന്റെ ദാസൻ സംസാരിച്ചപ്പോൾ परमेश्वर के दास ने जब बात ആമേൻ किया, സ്തോത്രം, ശരീരത്തെ ആമേൻ ഹൃദയത്തെ പിടിച്ചു കുലുക്കാൻ ഇടയായി मेरे തീർന്നു. हृदय को वो काफी हिला ആമേൻ दिया. വചനം തുറന്നപ്പോൾ जब वचन खोल कर पढ़ा, കർത്താവ് ഇടപെട്ടത്. परमेश्वर ने जो बात ആമേൻ किया, സ്തോത്രം. അങ്ങനെയെങ്കിൽ ऐसा है तो നമ്മളോട് പറയുന്ന ഓരോ വാക്കുകൾ, हमसे कहने वाले ഓരോ एक एक ഭാഗങ്ങള്, शब्द, एक एक ആമേൻ भाग, എത്ര പേര് പറയും ഇത് എന്നോട് തന്നെയാ കർത്താവേ, कितने लोग कहेंगे कि ഇത് हमेशा ये എന്നോട് मेरे लिए ही തന്നെയാ. था. हाँ, ये मेरे लिए ही हालेलुया. है. हालेलुया, स्तोत्रम. हालेलुया. അങ്ങനെ वैसा അവൻ നമുക്കറിയാം അവിടെ ഒത്തിരി കഷ്ടതയും പട്ടിണിയും वहाँ पर काफी कष्ट और काफी भूखे रहना पड़ा. 98 വർഷങ്ങളിലൊക്കെ 1998 അവൻ में വളരെ അവിടെ ആ സ്ഥലമൊക്കെ വല്ലാത്തൊരു സ്ഥലങ്ങളാ. वो सारे देश काफी अलग പക്ഷെ अजीब ഒത്തിരി देश था. കഷ്ടതയിലൂടെ കടന്നുപോയി, काफी कष्टों से गुजरना पड़ा, പട്ടിണിയിലൂടെ കടന്നുപോയി. भूखे रहना पड़ा. ആമേൻ സ്തോത്രം. ഉദരത്തിൽ കുഞ്ഞു ജനിച്ചപ്പോൾ जब कोख में बच्चा पैदा हुआ, കഴിക്കാൻ ആഹാരമില്ല. खाने के लिए खाना नहीं था. ആമേൻ ശരീരത്തിന് വേണ്ടുന്ന ഒന്നും ആഹാരവും കഴിക്കാൻ പറ്റുന്നില്ല. अपने शरीर में जरूरत है वो खाना ഞാൻ या ഉദരത്തിൽ भोजन नहीं കരം मिल വെച്ച് रहा था. പ്രാർത്ഥിച്ചു. हमने हाथ रख के ഞാൻ प्रार्थना കരം किया. വെച്ച് പ്രാർത്ഥിച്ചിട്ട് मैंने हाथ പറഞ്ഞു, रख के प्रार्थना इस प्रकार से കർത്താവേ, कहा, हे परमेश्वर, കഴിക്കാൻ ഒന്നുമില്ലപ്പാ. खाने के लिए कुछ नहीं ആമേൻ. എന്റെ है, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഒന്നും കഴിക്കാനില്ല. मेरे बच्चे के लिए कुछ खाने के लिए പക്ഷേ नहीं है. ഊനമില്ലാത്ത സന്തതിയെ തരണം. आमेन. लेकिन बिना हैंडीकैप्ड एक संतति को ആമേൻ. तो मुझे देना, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തരണം. एक आशीषित एक संतान मुझे देना. ആമേൻ. എല്ലാ ദിവസവും കരം വെച്ച് പ്രാർത്ഥിക്കൂ. हर दिन हाथ रख कर प्रार्थना किया करती थी. ആമേൻ. കർത്താവ് തലമുറകളെ തന്നു. परमेश्वर ने पीढ़ियां दिया, രണ്ടാൺ കുഞ്ഞുങ്ങളെ തന്നു. 2 लड़कों को दिया. ഹല്ലേലൂയ. हालेलुया. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 6 ആമേൻ, മാസം തികക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് 6 महीना पूरा नहीं कर पाएगी ऐसे जब कहा 27 गया വർഷം था. കഴിഞ്ഞു. 27 years बीत गए. ആമേൻ. 27 വർഷം കഴിഞ്ഞു. 27 years बीत गए. ഹല്ലേലൂയ. हालेलुया. Praise the Lord. Praise Lord. മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞു. मेरे बेटे का शादी पिछले दिसंबर में हुआ. ആമേൻ. ഇളയ മകനും ആമേൻ നമ്മുടെ ആസാദിയിലൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. छोटा बेटा जो है शादी में गवाही दिया है. ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന हमारे साथ खड़े रहने वाले 3 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. 3 संतानों को परमेश्वर ने हमें 3 दिया. തലമുറകളെ തന്നു. 3 पीढ़ी परमेश्वर ने हमें दी. അപ്പൻ ശാസിച്ചാലോ, അപ്പൻ സ്വന്തം പിതാവ് ശാസിച്ചാലോ, यदि हमारे पिता यदि हमें डांटेगा, സഹോദരങ്ങൾ അവഹേളിച്ചാലോ, यदि भाइयां हमें छोड़ दे, മാറിപ്പോകുന്നതല്ല. कभी ना टलने वाला है. കർത്താവ് തന്ന ദർശനം. परमेश्वर द्वारा प्राप्त दर्शन. ഹല്ലേലൂയ. हालेलुया. Praise the Lord. Praise the Lord. ആമേൻ. ഇവിടെ നാം വായിച്ചു, यहाँ पर हमने पढ़ा, പൗലോസിനെ पौलुस को കൊന്നുകളയുവോളം जब तक हम मार न डाले, ഒന്നും തിന്നുകയോ ना ही कुछ खाएंगे, കുടിക്കുകയോ ना ही कुछ पिएंगे, ചെയ്യുകയില്ല എന്ന് ऐसा करेंगे करके ശപഥം ചെയ്തു. शपथ लिया. ആമേൻ. എത്ര ശപഥം ചെയ്താലും, कितनी शपथ क्यों ना करे, എത്ര ശപഥ ശക്തി പൊങ്ങി വന്നാലും, कितनी भी शपथ की शक्ति उठ ना आए, പൗലോസിനോട് കർത്താവ് പറഞ്ഞു, पौलुस से परमेश्वर ने कहा, റോമിൽ കൊണ്ടുപോയി എത്തിക്കുമെന്ന്. मैं तुझे रोम में लेके അവിടെ പോയി जाऊंगा, സാക്ഷിയാകുമെന്ന്. वहां जाकर तू मेरा गवाह അങ്ങനെ बनेगा. പറഞ്ഞിട്ടുണ്ടെങ്കിൽ यदि ऐसा कहा കർത്താവ് है പറഞ്ഞ तो വാഗ്ദത്തം മാറത്തില്ല. जो परमेश्वर का സ്വതന്ത്രൻ वादा എന്നെ कभी കേൾക്കുന്ന टलेगा പ്രിയപ്പെട്ടവരെ, नहीं. प्रियो, ഏതൊക്കെ ശക്തി എഴുന്നേറ്റ് വന്നാലും कितनी भी शक्ति आपके विरुद्ध में उठने ആമേൻ दो, പൂർണ്ണമായി വിശ്വസിക്കുക. पूरी तौर से विश्वास സകല करें, ആമേൻ സ്തോത്രം ചുറ്റുപാടും വിട്ട്, सारी परिस्थितियों को സകല छोड़कर, സാമുദായിക ജാതീയ നിലപാട് വിട്ടിട്ട് सारी रीति रिवाजों को छोड़कर ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച मसीह के यदि आप बाहर ഒരു निकलते ദൈവ हो तो പൈതലിനെതിരെ एक परमेश्वर के संतान के എത്ര विरुद्ध में വെല്ലുവിളി വന്നാലും कितनी बड़ी चुनौतियां क्यों ना उठ തൊടുകയില്ല. जाए, वो तुझे छुएगा नहीं. ഹല്ലേലൂയ. हालेलुया. സ്തോത്രം. Praise Lord. സ്തോത്രം. Praise Lord. ആമേൻ. ശബ്ദ ശക്തി കൊണ്ട് പൗലോസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. शब्द की शक्ति पौलुस को कुछ कर ആമേൻ. नहीं അടുത്ത पाया. വചനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. अगली आयतों में इस प्रकार से लिखा പക്ഷേ है, ഞാൻ ആ ഭാഗങ്ങളിലൊന്നും കയറുന്നില്ല. उस पद में जाना नहीं चाहती. 15ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ കാണുന്നു. उसकी 15 आयत की आखिरी भाग में इस प्रकार से कहा गया 23ാം है. അധ്യായം 15ാം വാക്യത്തിന്റെ അവസാന ഭാഗം. 23वें अध्याय 15 आयत की आखिरी पद लाइंस में, എന്നാൽ അവൻ സമീപിക്കും മുൻപേ लेकिन जब तक वो उसके पास न पहुंच ഞങ്ങൾ गए, അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു. हम उसे मारने के लिए तैयार बैठे थे. ആമേൻ. പൗലോസിനെ
पौलुस को ശബ്ദ ശക്തി കൊണ്ട് തകർക്കാൻ പറ്റില്ല. शब्द की शक्ति से मार नहीं सका, പട്ടിണി കിടന്നിട്ട് തൊടാൻ പറ്റില്ല. भूखे रहकर भी उसे मार ആമേൻ, नहीं സ്തോത്രം. पाया। ഇപ്പോൾ അവിടുത്തെ അടുത്ത തന്ത്രമോ बट अभी अगले तंत्र क्या बना പൗലോസിനെ रहे? ഒടുക്കിക്കളവോ. पौलुस को मार डालने के लिए 40 പേര് ഒരുങ്ങിയിരിക്കുക. 40 लोग मिले हुए हैं। 40 പേര് ഒരുങ്ങിയിരിക്കുക. 40 लोग मिले हुए ആമേൻ, ഇത് हैं। പൗലോസിന് അറിയത്തില്ല. ये पौलुस नहीं जानता ആമേൻ, था। പൗലോസ് കോട്ടയ്ക്കകത്ത് കിടക്കുക. पौलुस अभी भी उसके अंदर ആമേൻ, पड़ा हुआ സ്തോത്രം. है। പക്ഷേ लेकिन 40 പേര് 40 लोग പൗലോസിനെ ഇറക്കിക്കൊണ്ട് വന്ന് पौलुस को बाहर लेकर ആമേൻ, വഴിയിൽ आकर വെച്ച് रास्ते में ही തകർത്തുകളവോ, उसे मार डालने के लिए ഒടുക്കിക്കളവോ. मार डालने के അവർ लिए ഒരുങ്ങിയിരിക്കുക. वो तैयार बैठे हुए थे। സ്തോത്രം. प्रेज लॉर्ड। പൗലോസ് എന്തിനാ ഒരുങ്ങിയിരിക്കുന്നേ? पौलुस क्यों तैयार बैठा है? 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 21वें अध्याय में इस ഞാൻ प्रकार से कहा है, ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ഒരുങ്ങിയിരിക്കുക. मैं मसीह के लिए मरने के लिए ഞാൻ तैयार हूँ। കർത്താവിന് വേണ്ടി മരിക്കാനും मैं ഒരുങ്ങിയിരിക്കുക. मसीह के लिए मरने के लिए भी तैयार हूँ। യഹോവയായ ദൈവം എന്തിനാ ഒരുങ്ങിയിരിക്കുന്നേ? यहोवा परमेश्वर क्यों तैयार है? ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, यशायाह 28 के 20 में इस प्रकार से कहा है, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. यहोवा परमेश्वर मेरी रक्षा करने के लिए वो ഒരു तैयार है। സൈഡിൽ एक तरफ ശത്രു ഒടുക്കിക്കളവാൻ ഒരുങ്ങിയെങ്കിൽ शत्रु मार डालने के लिए तैयार किया गया, അടുത്ത तो തലത്തിൽ दूसरे क्षेत्र पर രക്ഷിക്കുന്ന യഹോവയുടെ കരം ഒരുങ്ങിയിരിക്കുക. रक्षा करने का परमेश्वर का हाथ भी तैयार हो चुका है। സ്തോത്രം. प्रेज लॉर्ड। എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. मुझे बहुत से अनुभव कहने പക്ഷേ ഞാൻ के ഒരു लिए അനുഭവം है, പറയാം. लेकिन एक अनुभव मैं कहना चाहती हूँ। സ്തോത്രം. ആമേൻ. വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് वेल्लातूवल नामक जगह में ഞങ്ങൾ അവിടെ സഭാചാറിൽ ഇരിക്കുമ്പോ हम वहाँ पर जब सभा चार्ज में थे, സ്തോത്രം, കുത്തുപാറ എന്നൊരു സ്ഥലമുണ്ട് അവിടെ. कुतुबारा नामक जगह का नाम था। അതിങ്ങനെ കുത്തനെ കിടക്കുക. वो ऐसा स्ट्रेट खड़ा रहता है। ആമേൻ. ഞങ്ങൾ കുടുംബമായിട്ട് മാസത്തിലൊരിക്കൽ പോകും. हम परिवार तौर से महीने में एक बार वहाँ पर जाते അവിടുന്ന് हैं। ഒരു ഫാമിലി ഞങ്ങളുടെ ചർച്ചിൽ വരുന്നുണ്ട്. वहाँ से एक कुटुंब हमारे कलीसिया में आते ആമേൻ. थे। ഞങ്ങൾ ഒരുമിച്ച് മാസത്തിൽ പോകും. ഞാൻ ഒറ്റയ്ക്ക് എല്ലാ ആഴ്ചയും പോകും. हम महीने में एक बार कुटुंब के साथ जाते थे और हर हफ्ते में अकेले वहाँ पर जाया करती थी। സ്തോത്രം. ആദ്യമൊക്കെ അല്പം പേടി തോന്നി. पहले थोड़ा डर लगता था। രണ്ട് സൈഡും അവിടെയൊക്കെ കൃഷിയാ കൂടുതല്. वहाँ पर जो है खेती ज्यादा था। രണ്ട് സൈഡും കാപ്പി, കൊക്കോ, അങ്ങനെ കൃഷിയാ. दोनों तरफ में कॉफी का, कोकोआ का खेती था। ആമേൻ. അവിടെ എപ്പോഴും ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് നല്ല പരിചയമുള്ള സ്ഥലമായി മാറി. वहाँ पर हम हमेशा जाते थे, इसके लिए वो जगह जो था वो परिचय में आ गया था। ഒരു ദിവസം एक दिन ഞാൻ ഒറ്റയ്ക്ക് मैं अकेले ആ സ്ഥലത്ത് കുത്തുപാറ എന്ന സ്ഥലത്ത് ചെന്ന് उस कुतुबारा नामक जगह पर गई। ഞങ്ങളുടെ ആമേൻ സ്തോത്രം ഏഞ്ചലിന് അത്രയുള്ളൊരു മകളുണ്ട്. एंजल की उतना एक बेटी थी। ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് വിസിറ്റിങ്ങിന് പോകും. हम दोनों साथ में विजिटिंग पे എല്ലാ जाते थे। വീടുകളിലും പ്രാർത്ഥിക്കാൻ हर घर പോകും. पे जाके प्रार्थना അങ്ങനെ ഒരു करते ദിവസം थे। वैसा एक दिन ആ മകൾ എന്നോട് പറഞ്ഞു, वो बेटी ने मुझसे कहा, ആന്റി ഇവിടെ ഒരു വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. यहाँ पर एक घर पे आके प्रार्थना करना है। സ്തോത്രം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. प्रार्थना करने की चाहत रखने ആമേൻ. वाले लोग പക്ഷേ हैं, അവർക്ക് സ്വന്തമായിട്ട് അമ്പലം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭവനമാണ്. लेकिन उनको खुद से अपना मंदिर वगैरह भी था। അങ്ങനെ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ऐसे हम प्रार्थना करने गए। ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. प्रार्थना हो गया। ആ മകൾ അവളുടെ വീട്ടിലേക്ക് പോയി. वो बेटी अपना घर चली ഞാൻ गई। തനിച്ചിറങ്ങി मैं വരികയാണ്. अकेले उतर कर आ रही थी। നട്ടുച്ച സമയം, दोपहर का समय था, ആരുമില്ലാത്ത സമയം. कोई नहीं था। ഞാൻ ഏകദേശം വഴി മധ്യത്തിലെത്തി. मैं काफी रास्ते के बीच रास्ते രണ്ട് तक आ गई। സൈഡും കാടാ. दोनों तरफ जंगल ആമേൻ. है। സ്തോത്രം. വഴി മധ്യത്തിലെത്തിയപ്പോ रास्ते के बीच में जैसे ये 4 पहुंचा, യവനക്കാരെന്റെ വട്ടം കൂടി. 4 लड़के लोग मुझे मेरे चारों ओर എന്റെ घेर വട്ടം लिया। നിൽക്കുക. मुझे घेर कर खड़े हो എനിക്ക് गए। വല്ലാത്ത ഭയം തോന്നി. मैं डर गई। അവർ നിപ്പ് കണ്ടാൽ അറിയാം और जो खड़े थे वो देखकर हम ഇവിടം समझ കൊണ്ട് सकते എന്റെ हैं അവസാനമാണെന്ന്. यहाँ से मेरी आखिरी है। സ്തോത്രം. आमेन। ഞാൻ എന്നോട് ചോദിച്ചു, मुझसे पूछा എവിടെ പോയതാ? कहाँ गई थी? ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, मैंने हंसते हुए जवाब ഞങ്ങളുടെ ഒരു दिया, വീട്ടിൽ പോയതാ. हम एक घर पर गए थे। ആമേൻ. അപ്പൊ ഒരു പയ്യൻ എന്നോട് तो ചോദിച്ചു, उसमें से एक लड़का ने मुझसे എന്തിനാ पूछा, എന്റെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചേ? क्यों मेरे घर पर आकर प्रार्थना की? അപ്പൊ എനിക്ക് മനസ്സിലായി, तब मैं समझ गई, അയ്യോ ഇവിടം കൊണ്ട് എന്റെ മരണമാ. यहाँ से मेरी अंत हो ഇവരുടെ കയ്യിൽ जाएगी। എന്തൊക്കെയോ ഉണ്ട്. उनके हाथों में कुछ था। ആമേൻ. സ്തോത്രം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാ. वो एक दूसरे को देख रहे थे। ആ സമയത്ത് उसी वक्त ഞാൻ ആ പയ്യനോട് പറഞ്ഞു, मैंने उस लड़के से ഞാൻ कहा, ജസ്റ്റ് അവിടെ നിന്ന് കയറിയതേ ഉള്ളൂ. मैं जस्ट वहाँ पर गई പക്ഷെ അവൻ थी, എന്നോട് വല്ലാത്ത എന്നെ ഭീതിപ്പെടുത്താൻ തുടങ്ങി. लेकिन वो मुझे डराने लगा। ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് मैं സംസാരിക്കുമ്പോഴും उससे हंसते हुए बात कर रही എന്റെ थी। ഹൃദയം ദൈവമായിട്ട് ബന്ധപ്പെടുകയാ. मेरा हृदय परमेश्वर से कनेक्ट യേശുപ്പ, होने ഇവിടം കൊണ്ട് लगा। എന്റെ മരണമാണോ? यीशुपम, क्या मेरी मृत्यु यहाँ पर है? ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാനും എനിക്ക് പേടിയില്ല. यीशु के लिए शहीद बनना मुझे डर പക്ഷെ नहीं എന്റെ है, അച്ഛനെ ഒന്ന് ഓർക്കണേ. लेकिन मेरे हस्बैंड को याद എനിക്ക് कर അന്ന് 2 लेना। കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളാ. उस दिन 2 छोटे छोटे എന്റെ बच्चे थे। കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കണേ. मेरे
मेरे बच्चों को जरा याद ആമേൻ. സ്തോത്രം. करना। കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. परमेश्वर ने कहा वादा में लिख के रख അനേക चुकी हूँ। ആത്മാക്കളെ കണ്ട സഭയൊന്ന് മടങ്ങുന്നൊക്കെ ദൂത് പറഞ്ഞിട്ടുണ്ട്. अनेक आत्माओं को ഈ देखकर इस സമയം कलीसिया में ऐसा वादा परमेश्वर ने दिया ഞാൻ था। സ്പീഡിൽ ദൈവത്തോട് സംസാരിക്കുക. इस समय पर परमेश्वर से मैं പക്ഷേ प्रार्थना ഇവരെ कर ആമേൻ रही थी। കൊല്ലുവാനുള്ള പ്ലാനിങ് ഇവരുടെ. लेकिन ये लोग मुझे मार डालने की तैयारी पर ആ थे। സമയത്ത് उस वक्त എന്തായാലും ഇവരെന്നെ കൊല്ലുമല്ലേ. जो भी हो ये लोग मुझे मार डालेंगे। ആമേൻ. ഞാൻ അവിടെ നിന്നുകൊണ്ട് मैं वहाँ खड़े होकर എത്രയും ഉച്ചത്തിൽ जितनी जोर से എത്രയും ശബ്ദത്തിൽ जितनी शब्द में ഹല്ലേലൂയ പറയാമോ? हालेलुया मैं कह सकती थी, അത്രയും ശബ്ദത്തിൽ उतने ही जोर से ഹല്ലേലൂയ. मैंने हालेलुया चिल्लाया। മക്കളെ സ്തോത്രത്തിന്റെ ഹല്ലേലൂയയുടെ ഒക്കെ വില അന്ന് എനിക്ക് മനസ്സിലായി. आमेन। प्रियो स्तोत्रम और हालेलुया की जो वैल्यू है आमेन। उस दिन मैं समझी। വെറുതെ അല്ല ബഹളം വെക്കുന്നത്, हम ऐसे यूं ही नहीं വെറുതെ അല്ല चिल्लाते, നൃത്തം ചെയ്യുന്നത്, हम यूं ही नहीं വെറുതെ नाचते അല്ല हैं, സ്തോത്രം हम ചെയ്യുന്നത്. व्यर्थ में नहीं ഹല്ലേലൂയ. स्तोत्रम कहते। हालेलुया हालेलुया आमेन। ഞാൻ ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞു. मैं चिल्लाकर हालेलुया कहने लगी। തൊട്ടടുത്തുനിന്ന് ഒരു അച്ഛൻ ഓടി വന്നു. बाजू में से एक भाई അതുവരെ അവിടെ ആരാ ഞാൻ കണ്ടില്ല. तब तक वहां पर कोई नहीं ആ था। മനുഷ്യൻ എന്നോട് ചോദിച്ചു എന്താ സംഭവം. वो मनुष्य आकर पूछे कि क्या हुआ। ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇവരെന്നോട് എന്തൊക്കെയോ मैंने സംസാരിക്കുക. कहा मुझे नहीं पता ये लोग ആ मुझसे മനുഷ്യൻ पूछते हैं। പറഞ്ഞു, वो व्यक्ति ने कहा ആമ ഇത് എന്റെ സഹോദരിയാ, ये मेरी बहन है, ഇത് എന്റെ ये സഹോദരിയാ. मेरी बहन है। 4 പേരും വന്ന വഴിക്ക് പോയി. जो 4 लोग आए थे चारों मुड़कर അദ്ദേഹം चले എന്നെ गए। താഴെ വരെ കൊണ്ടുവിട്ടു. वो व्यक्ति मुझे नीचे तक पहुंचा പക്ഷെ दिया, ഇന്ന് വരെ ഞാൻ ആ മനുഷ്യനെ പിന്നെ കണ്ടിട്ടില്ല. लेकिन मैं आज तक उस व्यक्ति ഈ को देख നിമിഷം नहीं വരെ ഞാൻ पाई। കണ്ടിട്ടില്ല. मैं आज तक उस व्यक्ति को वापस എനിക്കൊരു कभी കാര്യം देखा नहीं। മനസ്സിലായി, मैं एक बात समझ നമുക്ക് गई, വേണ്ടി ദൂതനെ അയക്കോ. हमारे लिए परमेश्वर को നമുക്ക് दूतों को വേണ്ടി भेजेगा। ദൂതനെ കർത്താവ് ഇറക്കോ. हमारे स्वर्ग दूतों को അവൻ परमेश्वर പൂർണ്ണമായി उतारेगा। വിശ്വസിക്ക്. आप पूरी तौर से കർത്താവ് विश्वास ദൂതനെ करें। അയക്കാൻ പോവാ. परमेश्वर स्वर्ग दूत को അവൻ भेजने वाला ആരൊക്കെ है। നമ്മളെ തകർക്കാനിരുന്നാലും जितने लोग हमें नाश നമുക്ക് करने की വേണ്ടി तैयारी में ദൂതനെ बैठे हैं, അയക്കോ. हमारे लिए स्वर्ग दूत को परमेश्वर उतारेगा। Hallelujah. हालेलुया Praise the Lord. प्रेज लॉर्ड। 2 മാസം കഴിഞ്ഞപ്പോ 2 महीना बीत गया। അതിലെ ഒരു ആമൻ മകൻ ഞങ്ങളുടെ പാഴ്സനേജിൽ വന്നു. उसमें से एक बेटा हमारे घर पर എന്നോട് आया। പറഞ്ഞു ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. कहा आंटी मेरे लिए प्रार्थना ഞാൻ करना। അവന്റെ മുഖം എനിക്ക് മനസ്സിലായില്ല. मेरे को चेहरा याद नहीं आया। അന്ന് കണ്ടപ്പോ എന്റെ കണ്ണല്ല ഇരുട്ടായിരുന്നല്ലോ. उस दिन देखा तो मेरी आंखें तो अंधेरा ഞാൻ था। ചോദിച്ചു മോനെ ഏതാ. मैंने पूछा बेटा आप ഞങ്ങൾ कौन हो। 4 പേര് ചേർന്ന് ആന്റിയെ കൊല്ലാനാ വന്നേ. हम 4 मिलकर आपको मारने के लिए आए പക്ഷേ थे, അന്ന് മുതൽ लेकिन तब से लेकर ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. आज तक मैं सोया എനിക്ക് नहीं। ഉറങ്ങാൻ പറ്റുന്നില്ല. मैं सो नहीं पा എനിക്ക് रहा വേണ്ടി हूँ। ഒന്ന് പ്രാർത്ഥിക്കാമോ. मेरे लिए जरा प्रार्थना ആമേ करें। ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് हृदय की गहराई ആ से കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. उस बच्चे के लिए मैंने അന്ന് प्रार्थना രാത്രി किया। സുഖകരമായി ഉറങ്ങി. वो रात में काफी अच्छे അന്ന് से രാത്രിയിൽ सोया। ഉറങ്ങി. उस रात को वो ആമേ सोया। പിറ്റേ സൺഡേ മുതൽ अगले रविवार അവൻ से ആരാധനാലയത്തിൽ വന്നു. वो कलीसिया में आने ആമേ लगा। സ്തോത്രം. അടുത്ത आमेन। നിമിഷങ്ങളില് आने वाले समय അനേകർ पर അവനിലൂടെ ആലയത്തിൽ വന്നു. आमेन। अनेक लोग उसके Hallelujah. द्वारा कलीसिया में आए। Praise the Lord. हालेलुया। ആ ദൂത് മാറുമോ. क्या वचन टलेगा। കർത്താവ് പറഞ്ഞ വാഗ്ദത്തം മാറുമോ. जो परमेश्वर कहा वाणी സ്വന്തമായി बदलेगी। ഹോൾ തരുമെന്ന് പറഞ്ഞാൽ തരും. खुद से हॉल मिलेगा कहा गया है तो ആത്മാക്കളെ मिलेगा। തരുമെന്ന് പറഞ്ഞാൽ തരും. आत्माओं को देगा परमेश्वर ആ कहा है तो आत्मा മകനിലൂടെ मिलेगी। അനേകരെ കർത്താവ് കൊണ്ടുവന്നു. और उसके द्वारा अनेक लोग परमेश्वर സ്വന്തം लेकर आया। വിശ്വസിക്കുക. विश्वास വിളിച്ചു करें, പറ. चिल्लाकर ഞാൻ कहे അനേകരെ ഈ ആലയത്തിൽ കൊണ്ടുവരും. मैं अनेक लोगों को इस कलीसिया സത്യം पर लेकर അറിഞ്ഞവരാ. आऊंगी। സത്യം അറിഞ്ഞവരാ. जो सत्य को ആ സ്തോത്രം जाना है। അനേകരെ ആലയത്തിൽ കൊണ്ടുവരുവാ. अनेक लोग को इस എത്ര പേര് कलीसिया पर തീരുമാനം लेकर आने എടുക്കും. के लिए कितने लोग निर्णय Yes. लेंगे। Praise the Lord. प्रेज लॉर्ड। പൗലോസിനെ ഒടുക്കിക്കളവോ. पौलुस को मार डालने के लिए 40 പേര് ഒരുങ്ങിയിരിക്കുക. 40 लोग तैयार हो गए। പക്ഷേ എന്റെ കർത്താവ് लेकिन मेरा परमेश्वर 23-ാം വാക്യം വായിക്കുന്നു. उसके 23वें आयत ആമേ ഈ में അധ്യായങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ये सारा अध्याय घर पर जाकर അവിടെ पढ़े। ഇങ്ങനെ വായിക്കുന്നു. वहां पर ऐसा लिखा है 200 കാലാളെയും 200 सिपाही 70 കുതിരച്ചേവകരെയും 70 सवार 200 കുന്തക്കാരെയും. और 200 भाले। നോക്കിക്കേ, ആമേ ഇവിടെ 40 പേര് यहाँ पे 40 लोग പൗലോസിനെ കൊന്നുകളയാൻ पौलुस को मार डालने के ഒരുങ്ങി लिए റെഡി ആയിട്ടിരിക്കുക. तैयार होकर बैठे हैं। അവരവിടെ ഇരിക്കുമ്പോ उन लोग वहां पर बैठे അവര് हैं। തകർത്ത് കളവാൻ ഇരിക്കുമ്പോ वो जब नाश करने के तैयार होकर അവരവരുടെ बैठे हैं। വിഷയം ഏറ്റെടുക്കണം. आमेन। अपना अपना विषय को നമ്മളായിരിക്കുന്ന ജോലി മേഖലകളിൽ हम जिस क्षेत्र पर ആമേൻ, है നമ്മുടെ കുടുംബ ജീവിതത്തിൽ हमारे कुटुंब जीवन നമ്മൾ में തകർന്നിരിക്കുന്ന വിഷയത്തിൽ हमारे जो परिस्थिति हम കർത്താവിന്റെ नाश കരം होने वाले ഇറങ്ങുന്ന हैं പകല. वहाँ परमेश्वर का हाथ ആമേൻ, प्रकट होने वाला കർത്താവിന്റെ समय है। സാന്നിധ്യം ഇറങ്ങുന്ന പകല. परमेश्वर की उपस्थिति प्रकट होने का 40 समय है। പേർ 40 लोग ഇവിടെ റെഡി ആയിട്ടിരിക്കുക. यहाँ पर तैयार है പൗലോസിനെ കൊല്ലാൻ വേണ്ടി
पौलुस को मारने के അവർ അവിടെ लिए ഇരിക്കുമ്പോൾ वो जब वहां पर അവൻ बैठ रहे थे അടുത്ത സൈഡിൽ दूसरे तरफ 470 470 200 കാലാള് 200 सिपाही 70 കുതിരച്ചേവകര് 70 सवार 200 കുന്തക്കാര് और 200 भाले 470 470 470 അകമ്പടി നായകന്മാരെ एक सैनिक को പൗലോസിന് വേണ്ടി ഒരുക്കി पौलुस के तैयार करके കൈസരിലേക്ക് യാത്രയാക്കി पौलुस को कैसरिया की ओर भेज दिया हालेलुया നമുക്ക് വിരോധമായി हमारे विरुद्ध में നമ്മെ തകർത്ത് കളവാൻ हमें नाश करने के लिए എവിടെ ഒരുങ്ങിയിരുന്നാലോ जितने लोग भी तैयार होकर बैठे ആമേ ദൂതന്മാരെ ഇറക്കി परमेश्वर स्वर्गदूतों को भेजकर എത്തിക്കുവാൻ हमें जहां पहुंचाने वहां पहुंचाकर സാന്നിധ്യം വെളിപ്പെടാൻ പോവാ परमेश्वर की उपस्थिति प्रकट होने वाली है വിശ്വസിക്കുക विश्वास करें പൂർണ്ണമായി ഏറ്റെടുക്കുക पूरी तौर से विश्वास करें यीशु के नाम से സ്തോത്രം प्रेज लॉर्ड പ്രൈസ് ദി ലോർഡ് हालेलुया അടുത്ത ഭാഗം വായിക്കുന്നുണ്ട് ആമേൻ ഞാൻ ഈ അധ്യായങ്ങളൊക്കെ വിട്ട് ലാസ്റ്റ് വരിക ये सब छोड़कर मैं आखिरी में आना चाहती हूँ 28 അധ്യായം 28 चैप्टर ആമേൻ അവിടെ വായിക്കുന്നു वहां पर ऐसा लिखा है പൗലോസ് മെലിത്ത ദ്വീപിൽ വന്നു पौलुस मेलिता के द्वीप में आया ആമേൻ മെലിത്ത ദ്വീപിലെത്തിയപ്പോൾ मेलिता द्वीप में जब वो पहुंचा ആമേൻ സ്തോത്രം ബർബരന്മാര് बर्बर लोग പൗലോസിന് पौलुस को വിറകൊക്കെ പറക്കിയിട്ടു लकड़ी सब डाल कर दिया തീയൊക്കെ കൊടുത്തു आग लगाया പൗലോസിന് മനസ്സിലായി पौलुस समझ गया എനിക്ക് ഈ ചൂട് പോരാ मुझे ये गर्माहट काफी नहीं കുറേം കൂടെ വിറക് പറക്കിയിട്ടു थोड़ा और लकड़ी डाली തീ ആളിക്കത്താൻ തുടങ്ങി अग्नि ज्यादा बढ़ने लगा ആമേൻ സ്തോത്രം ആ സമയം उसी वक्त തണുപ്പ് പറ്റിയിരുന്ന അണലി जो ठंडापन पर बैठा हुआ एक अजगर പുറത്തു ചാടി बाहर आया അവിടെ നിന്ന് ഒറ്റ ബർബരന്മാരെ അണലി തൊട്ടില്ല वहां पर खड़ा हुआ एक भी बर्बर को छुआ नहीं വാഗ്ദത്തമുള്ള जिसको वादा था അഭിഷേകമുള്ള जिसके ऊपर अभिषेक റോമിൽ था പോകേണ്ടുന്ന जो रोम पर जाने वाला യാത്ര था ചെയ്യേണ്ടുന്ന जिसको यात्रा करनी थी പൗലോസിന്റെ കരത്തിൽ കയറി उस पौलुस के ഈ हाथ അണലി पर അങ്ങ് പറ്റി ये अजगर आकर ആമ पकड़ ഒറ്റ लिया ബർബരന്മാരെ അണലിക്ക് വേണ്ട एक भी बर्बर लोग को आमे पौलुस सामने ने नहीं तगड़ छुआ हुआ। लेकिन पौलुस को ही ആമ छुआ അണലി പറ്റി एक अजगर उसे സ്വന്തം पकड़ लिया ഇപ്പം ആമ ചത്തു വീഴൂ अभी ये मर जाएगा ഇപ്പോൾ വീർത്തു വീഴൂ अभी ये मर ഇവൻ जाएगा കൊലപാതകൻ എന്ന് പറഞ്ഞ് ये एक मर्डर है कहकर പലരും നോക്കി നിൽക്കുമ്പോ जब बहुत लोग देखकर खड़े ആമ थे സ്വന്തം പൗലോസ് പറയുകയോ पौलुस कहता है ഇന്ന് ദൈവാത്മാവ് ശക്തമായി പറയുന്നു पवित्र आत्मा काफी ചിലർ स्पष्टता തീ से कहती കത്തുമ്പോ, है जब जैसे ही ഓ, अग्नि ചിലർ बढ़ने लगी അഭിഷേകം വെളിപ്പെടുമ്പോ जब किसी के ऊपर अभिषेक ആമ प्रकट ചില होगा അന്ധകാര ശക്തികൾ കരിഞ്ഞു മാറാൻ പോവാ कुछ अंधकार की ചില ताकतें वो അന്ധകാര नष्ट होने वाली ശക്തികൾ है കരിയാൻ പോവാ कुछ अंधकार की ഓ, ताकतें नष्ट होने वाली തീക്കകത്തുകൾ है കരിയാൻ പോവാ अग्नि के अंदर वो जलने वाली है പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു पवित्र आत्मा काफी और स्पष्ट चिला तौर से नो। बात कर रही है ചില രോഗബന്ധനങ്ങൾ അഴിയാൻ പോവാ कुछ बीमारी की शक्तियां ആമ खुलने वाली പൂർണ്ണമായി है ഏറ്റെടുക്ക. आप पूरी तौर से स्वीकार പൂർണ്ണമായി करें വിളിച്ചു പറ. आप चिल्ला कर ഹല്ലേലൂയ. कहें നമ്മുടെ ശരീരത്തെ നോക്കി हमारे अपने शरीर को देखकर ശുശ്രൂഷയെ നോക്കി अपनी सेवकाई को ആമ देखकर കുടുംബത്തെ നോക്കി अपने परिवार को ശത്രു देखकर വെല്ലുവിളിക്കുമ്പോ शत्रु चुनौती जब അതിന്റെ देता है നടുവിൽ उसके बीच ആമ में ഇറങ്ങി വരുന്നു उतर कर आने वाला പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം एक पवित्र आत्मा की अभिषेक സകലതും കരിയും. सबको जला देगा അറവല വരഗസ്തുരാധന. शेखेरे। ചൂടമല റിബല വരഗടക ദുരദനഗടക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. प्रेज लॉर्ड പൗലോസിന് അറിയാം पौलुस जानता था എന്റെ ശരീരത്തിൽ വിഷം കയറിയാലും मेरे शरीर में यदि वो अजगर का विष लग जाए എത്ര അണലി കടിച്ചാലും कितनी भी सांप मुझे काटे എന്നെ തൊടത്തില്ല. मुझे छू नहीं पाएगा ഞാൻ എത്തേണ്ട രാജ്യമുണ്ട്. मुझे पहुंचने का एक राज्य है ആമേൻ. आमेन നോക്കി നിൽക്കുന്നവർ നടുവിൽ, जो लोग देख के खड़े होते हैं उनके ഇപ്പ बीच में ചത്തു വീഴുമെന്ന് പറഞ്ഞവർ നടുവിൽ, अभी गिर जाएगा कहने वालों के बीच में അവരുടെ നടുവിൽ उनके मध्य में ആമേ ही പൗലോസ് ആ ജന്തുവിനെ, उस अजगर को ആ അണലിയെ उस अजगर को തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. उस अग्नि में झपट कर डाल दिया തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. उस अग्नि के अंदर छिटका कर डाल दिया പകൽ ചെന്ന് കുടയാൻ പോവാ. आज यहाँ पर ആമേ അഭിഷേകത്തിൽ ചെന്ന് കുടഞ്ഞു കളയാൻ പോവാ. अभिषेक के द्वारा शैतान के അഭിഷേകത്തിൽ चालों നിന്ന് को കുടയാൻ പോവാ. हम उसे झपट कर डालने വെല്ലു वाले വിളിച്ചു हैं നിൽക്കുന്ന അന്ധകാര ശക്തികളെ हर शैतान ആമേ की കർത്താവ് ताकतों को ശക്തമായി വിളിച്ചു പറയുന്നു. आत्मा को साथ ഓ में റീഖബലമ प्रकाश ശബ്ദുന രഗനഗടക. നിന്നെ കളിയാക്കിയവരുടെ നടുവില് तेरी ഓ, मजाक നിന്നെ उड़ाने വെല്ലുവിളിച്ചവരുടെ
കർത്താവ് വ്യക്തമായി പറയുന്നു, പുതിയ തലമുറകളെ നൽകാൻ പോവാ, സന്താനത്തെ നൽകാൻ പോവാ. വിശ്വാസത്തോടെ വിളിച്ചു പറ. യേശുവിന്റെ നാമത്തില് ശക്തമായി കർത്താവിനെ പ്രവർത്തിക്കും. സോദര സോദര Praise Lord. ആമേ 28-ാം അധ്യായത്തിന്റെ उसके 28 अध्याय में 14-ാം വാക്യം വായിക്കുന്നു. 14 आयत में അവിടെ ഇങ്ങനെ വായിക്കുന്നു, वहां पर ऐसा देख सकते हैं, പൗലോസ് पौलुस റോമിലെത്തി. रोम पर पहुंच गया. പൗലോസ് पौलुस റോമിലെത്തി. रोम में पहुंच गया. സ്തോത്രം പറയാമോ? क्या धन्यवाद സ്തോത്രം देंगे, പറയാമോ? क्या धन्यवाद देंगे. എത്തിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് यदि तुझे नहीं पहुंचाऊंगा शपथ जहां कहा शक्ति गया था, बंदो। शपथ की शक्ति ആമേൻ, आई, പൈശാചിക ശക്തികൾ ഉയർന്നു വന്നു. शैतान की ताकतें उठाई, ഒടുക്കിക്കളവാൻ ഒരുങ്ങി വന്നു. मार डालने के लिए लोग तैयार होकर आए, പതിയിരിപ്പ് ശക്തികൾ വന്നു. चुप कर बैठने वाली शक्ति പ്രകൃതി आई, പ്രതികൂലമായി. प्रकृति का जो ആമേൻ, प्रतिकूल हुआ, കപ്പൽ നഷ്ടപ്പെട്ടു. सब कुछ नष्ट हो गया. ചരക്ക് നഷ്ടപ്പെട്ടു. उसके हाथों का सब कुछ नष्ट हो गया, പ്രകാശം നഷ്ടപ്പെട്ടു. प्रकाश नष्ट हो गया. എല്ലാം നഷ്ടമായപ്പോഴോ सब कुछ जब नष्ट हो പൗലോസ് गया, പറഞ്ഞു, पौलुस ने कहा, എന്റെ ആഗ്രഹമെല്ലാം പോയി. मेरी सारी इच्छाएं चली പൗലോസേ, गई. हे पौलुस, നീ എന്താ കേട്ടത്? तूने क्या सुना നീ था? റോമിൽ പോയി. तू रोम में എന്നെ जाकर സാക്ഷീകരിക്കൂ. मेरी गवाह बनेगा. അവൻ കർത്താവ് അയക്കാൻ പോവാ. परमेश्वर भेजने വാഗ്ദത്തം वाला है. പിടിക്കാമോ? ശക്തമായി ദൈവാത്മാ പറയുന്നു. पवित्रात्मा कहता ഉടമോ है, രഗസ്തുരി. ചില ശബ്ദ ശക്തികൾ അണിയാൻ പോവാ. कुछ शब्द की ദൈവ शक्ति സഭയ്ക്കെതിരെ दूर करने നിൽക്കുന്നു. वाली है. कलीसिया ദൈവ को रोकने സഭയ്ക്കെതിരെ वाला, നിൽക്കുന്നു. कलीसिया को रोकने वाला, അഭിഷിക്തന്മാർക്കെതിരെ നിൽക്കുന്നു. अभिषिक्तों के सामने കുടുംബങ്ങൾക്കെതിരെ खड़े होने നിൽക്കുന്നു. वाला, പൈശാചിക മണ്ഡലങ്ങൾ सारी शैतान की ताकतें, ഉടമല റിബല ബരബല ബരബല ബല ബരബല ഹസ്തുര രഗന രഗതുരാദന യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से. സ്തോത്ര ഹല്ലേലൂയ. हालेलुया. വാഗ്ദത്തം മുറുകെ പിടിച്ച് वादा को കർത്താവിന് വേണ്ടി നമുക്ക് पकड़कर ഒരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ इस സഹായിക്കുമാറാകട്ടെ. वचन से परमेश्वर सबको आशीष करने पाए.